നിർവികാരനും നിരാകാരനും നിഷ്കാമനും നിർഗുണനും നിത്യനും സത്യനും സച്ചിദാനന്ദ സ്വരൂപനുമായ ഭഗവാൻ ശ്രീഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. സർവ്വദേവതകളുടെയും ത്രിമൂർത്തികളുടെയും പാദങ്ങൾ നമസ്കരിക്കുന്നു. ആദിശങ്കരാചാര്യരുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അതുപോലുള്ള എല്ലാ മഹർഷീശ്വരന്മാരുടെയും പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. സമാധിയടഞ്ഞ സ്വാമി ചിന്മയാനന്ദജി, സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തുടങ്ങിയ സന്യാസി ശ്രേഷ്ഠന്മാരുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ശ്രീ രവിശങ്കർ സത്യാനന്ദ സരസ്വതി തിരുവടികൾ അതുപോലുള്ള ഗുരുക്കന്മാരുടെയും സർവ്വഗുരു പരമ്പരകളുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എൻ്റെ മുന്നിലിരിക്കുന്ന, എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന ഓരോ സഹോദരിയുടെയും സഹോദരൻ്റെയും പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എൻ്റെ ഇഷ്ടദേവനും ഗുരുദേവനും ആരാധ്യപുരുഷനും അവതാരപുരുഷനുമായ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കട്ടെ. സഹോദരി സഹോദരന്മാരെ, ഭഗവത്ഗീതയിലെ ഭക്തിയോഗത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായി ഒരു സഹോദരൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ആ സഹോദരൻ എന്നോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഹിന്ദുക്കൾക്ക് ആകെ എത്ര ദൈവമുണ്ട് എന്നുള്ളതാണ്. വളരെ രസകരമായൊരു ചോദ്യമാണിത്. അർത്ഥവത്തായ ചോദ്യമാണ്. ചോദ്യകർത്താവിനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഏതൊരു വിഷയത്തിലേക്കും നാം ഇറങ്ങുന്നതിന് മുമ്പായി അതിൻ്റെ അടിത്തറയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അന്യമതസ്ഥർ പോലും ഹിന്ദുക്കളോട് ചോദിക്കുന്നു, നമുക്കാകെ എത്ര ദൈവമുണ്ട് എന്ന്. നമുക്കും സംശയമാണ് നമ്മളിൽ എത്ര ദൈവമുണ്ട് എന്നുള്ളത്. ഇത് നമ്മളെ പൂർണ്ണമായും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു സർവ്വമത സമ്മേളനം നടന്ന ആ കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 800-ലധികം മതസ്ഥർ പങ്കെടുത്തുകൊണ്ടാണത്രേ സർവ്വമത സമ്മേളനം UNOയിൽ നടന്നത്. ഈ സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഭാരതത്തിൽ നിന്നും ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയും ശ്രീ രവിശങ്കറും സത്യാനന്ദ സരസ്വതി തിരുവടികളും അമേരിക്കയിലേക്ക് പോവുകയുണ്ടായി. അവിടെ വെച്ചാണല്ലോ ലോകത്തിലാദ്യമായി അമ്മ മലയാളത്തിൽ UNOയിൽ വെച്ച് സംസാരിച്ചതെല്ലാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 800-ലധികം മതസ്ഥർ ഏകദേശം 5 ദിവസം ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ദേ യുനാനിമസ്ലി ഡിക്ലെയർഡ്, അവർ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു അത്രേ, ദൈവം ഒന്നേ ഉള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. 5 ദിവസമല്ല, 50 ദിവസവും 500 ദിവസവും ചർച്ച ചെയ്താലും ദൈവം രണ്ടുണ്ടാവില്ല. 800 മതസ്ഥരല്ല, 8000 മതസ്ഥർ ഇരുന്ന് ചർച്ച ചെയ്താലും ദൈവം രണ്ടുണ്ടാവില്ല. ആർക്കും തർക്കമില്ല ആ കാര്യത്തിൽ. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പാണ്. പക്ഷെ ഹൈന്ദവരായ നമുക്ക് പോലും അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ വിചാരം ദൈവം രണ്ടില്ലേ എന്നാണ്. അഥവാ അനവധിയില്ലേ, 30 മുക്കോടി ദേവന്മാർ എന്ന് പറയുന്നു. ഇതെങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഏകനായ ദൈവം തൻ്റെ സങ്കല്പമാത്രം കൊണ്ട് താൻ 3 തീരട്ടെ എന്ന് സങ്കല്പിച്ചു അത്രേ. ഒരേ ദൈവം 3 തീരട്ടെ എന്ന് സങ്കല്പിച്ചപ്പോൾ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിങ്ങനെ 3 മാറി. ഇതിൽ ബ്രഹ്മാവിന് 4 തലകളും സൃഷ്ടി മാത്രം അറിയുന്ന ഒരു വ്യക്തിത്വവുമായി മാറിയപ്പോൾ വിഷ്ണുവിന് സംരക്ഷിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ, പരമശിവന് സംഹരിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. ഒരിക്കലൊരു സർവ്വമത സമ്മേളനത്തിൽ ഒരു മുസ്ലിം മതത്തിലെ ഒരു സഹോദരൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു,
ഹിന്ദുക്കളുടെ ദൈവത്തിന് മുഴുവൻ അറിവില്ല. ഒരാൾക്ക് സൃഷ്ടിക്കാൻ മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്ക് സംരക്ഷിക്കാനേ അറിയുള്ളൂ, മറ്റൊരാൾക്ക് സംഹരിക്കാനേ അറിയുള്ളൂ. ഇത് മൂന്നും കൂടി അറിയുന്ന ഏതെങ്കിലും ഒരു ദൈവം നിങ്ങളെ മതത്തിലുണ്ടോ എന്ന് ചോദിക്കേണ്ടായി. ഹിന്ദുക്കൾക്ക് പോലും സംശയം അങ്ങനെ ഒരു ദൈവം ഉണ്ടോ എന്ന്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നുള്ളത് നമ്മുടെ ആരാധനാമൂർത്തിയാണെങ്കിലും അവരുടെ കൂടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു പദമാണ് ദൈവം എന്ന പദം. ഇന്നേ വരെ ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല ബ്രഹ്മദൈവം എന്ന് പറഞ്ഞിട്ടില്ല, ബ്രഹ്മദേവൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. വിഷ്ണു ദൈവം എന്ന് പറഞ്ഞിട്ടില്ല, വിഷ്ണുദേവൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. മഹാദൈവം എന്ന് പറഞ്ഞിട്ടില്ല, മഹാദേവൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ത്രിമൂർത്തികളുടെ പേര് ദേവന്മാർ എന്നാണ്. ദേവശബ്ദത്തേക്കാൾ വലിയ ശബ്ദമാണ് ദൈവശബ്ദം എന്ന് പറയുന്നത്. അതൊന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ദേവന്മാരായി മാറുമ്പോൾ ആ ഒന്ന് മൂന്നായി തീരുന്നു, മൂന്ന് വീണ്ടും 30 മുക്കോടിയായി മാറുന്നു. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആരുടെയും മക്കൾ ഒരു സ്റ്റേജിൽ കയറിയിട്ട് മോണോ ആക്ട് കളിക്കുമ്പോൾ ഒരു കുട്ടി ഒരു മുണ്ടെടുത്ത് തലയിൽ കെട്ടിയിട്ട് അച്ഛനായിട്ട് അല്പനേരം അഭിനയിച്ചതിന് ശേഷം അതേ മുണ്ടെടുത്ത് ചുമലിലിട്ടുകൊണ്ട് അമ്മയായിട്ട് അഭിനയിക്കുന്നു. അതേ കുട്ടി തന്നെ അല്പം കഴിഞ്ഞാൽ അത് വയറിൽ കെട്ടിയിട്ട് മകനായിട്ട് അഭിനയിക്കുന്നു. അങ്ങനെ അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ടോ എൻ്റെ മകൻ 3 എന്ന് തോന്നാറുണ്ടോ? ഒരേ കുട്ടി തന്നെ 3 അഭിനയിക്കുമ്പോൾ അത് ഒരാളാണ് നമുക്ക് ഉറപ്പാണെങ്കിലും അവൻ 3 അഭിനയിക്കുന്നു. പക്ഷെ ആളൊന്നു മാത്രമാണ്. അതേപോലെ ഒരേ ദൈവം സൃഷ്ടി നടത്തുമ്പോൾ ഒരു മോണോ ആക്ട്, സംരക്ഷിക്കുമ്പോൾ മറ്റൊരു മോണോ ആക്ട്, സംഹരിക്കുമ്പോൾ വേറെ ഒരു മോണോ ആക്ട്. ഇങ്ങനെ 3 തരത്തിൽ വേഷമിടുമ്പോൾ നാം അത് 3 തോന്നുകയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു പ്രഭാഷകനാണ്. PR നാഥൻ സാറ് സംസാരിക്കുമ്പോൾ ഞാനൊരു കേൾവിക്കാരനായിരുന്നു. ഇവിടെ എത്തുന്നത് വരെ ഞാനൊരു യാത്രക്കാരനായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നാൽ അമ്മയുടെ മുമ്പിൽ ഞാൻ പുത്രനാണ്, എൻ്റെ പുത്രൻ്റെ മുമ്പിൽ ഞാൻ അച്ഛനാണ്, ഭാര്യയുടെ മുമ്പിൽ ഞാൻ ഭർത്താവാണ്, ജ്യേഷ്ഠൻ്റെ മുമ്പിൽ ഞാൻ അനുജനാണ്, അനുജൻ്റെ മുമ്പിൽ ഞാൻ ജ്യേഷ്ഠനാണ്. ഇതെങ്ങനെയാണ് ഒരാൾ തന്നെ അനിയനായിട്ടും ജ്യേഷ്ഠനായിട്ടും അച്ഛനായിട്ടും ഭർത്താവായിട്ടും ചങ്ങാതിയായിട്ടും പ്രഭാഷകനായിട്ടും മകനായിട്ടും എങ്ങനെയാണ് ഒരാൾ മാറുന്നത്? ഇതൊക്കെ വേറെ വേറെ ആളാണോ? ഒരാൾ തന്നെയല്ലേ പലതായി മാറുന്നത്? അപ്പോൾ എന്നിൽ ആരോപിക്കപ്പെടുന്നതായ വ്യത്യസ്തമാകുന്ന നാമങ്ങൾ ഒരാളുടെ തന്നെ വ്യത്യസ്ത ഭാവങ്ങളിലൂടെ പുറത്തേക്ക് വരികയാണ്. അതുപോലെ ഏകനായ ഈശ്വരൻ സൃഷ്ടി നടത്തുമ്പോൾ അതിന് നാം ഒരു പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ, അഥവാ ഈശ്വരൻ തന്നെ ഒരു വേഷം കെട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഡോക്ടർ തിയേറ്ററിൽ കയറുമ്പോൾ തിയേറ്ററിലേക്കുള്ള ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് ഡോക്ടർ മാറുകയില്ല. ചന്ദ്രനിലേക്ക് പോകുമ്പോൾ ചന്ദ്രനിലേക്കുള്ള ഡ്രസ്സ് ഇട്ടതുകൊണ്ട് ആൾ മാറില്ല. വേഷം മാറുന്നതനുസരിച്ച് ഈശ്വരൻ മാറുന്നില്ല. അതുകൊണ്ട് വ്യത്യസ്ത വേഷങ്ങൾ ഈശ്വരൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരേ ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശ്വരൻ ഒരിക്കലും രണ്ടില്ല. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും വേറെയല്ല, ഒരേ ഈശ്വരനാണ്. അങ്ങനെ 30 മുക്കോടി ദേവന്മാർ എന്ന് പറയാനുള്ള കാരണം 30 കോടി ജനങ്ങളുള്ള കാലത്ത് പറഞ്ഞതാണത്രേ. ഇപ്പം പറയേണ്ടത് 600 കോടി ദേവന്മാർ എന്നാണ്. കാരണം 600 കോടി ജനങ്ങളുണ്ട്. എത്ര ആൾക്ക് വേണമെങ്കിലും ഏത് ദേവനെയും പൂജിക്കാം എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ബാക്കി വിഷയങ്ങൾ വരുമ്പോൾ ഇത് തന്നെ വിഷയമായിട്ട് നാം എടുത്ത് സംസാരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇന്ന് ആ ഒരു ചോദ്യം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. നാളെ നമുക്ക് ദയവ് ചെയ്ത് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയോ എഴുതി അയക്കുകയോ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഭഗവത്ഗീതയിലേക്ക് കടക്കുകയാണ്.
ഇന്നലെ ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മുഴുവൻ തീർന്നിട്ടില്ല. മഹാത്മ്യം മാത്രം പറഞ്ഞ് 9 ദിവസം നമുക്ക് വേണമെങ്കിൽ ചെലവഴിക്കാൻ പറ്റും. അത്രയും മഹൽ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഗീത അർജുനന് ഉപദേശിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഭഗവത്ഗീത മഹാഭാരതത്തിൽ നിന്നെടുത്ത 700 ശ്ലോകങ്ങളാണ്, 18 അധ്യായങ്ങളാണ്. ഭീഷ്മപർവ്വതത്തിൽ നിന്നെടുത്ത. എവിടെ വെച്ചാ ഈ ഗീത ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചത്? മഹാഭാരത യുദ്ധഭൂമിയിൽ വെച്ച. ഈ മഹാഭാരതം ആര് തമ്മിലായിരുന്നു? ഇവിടെയാണ് ഗീതയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മെ ഉറക്കെ ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ജാതിയും മതവും ഒന്നുമല്ല, രാഷ്ട്രീയമല്ല, വർഗീയമല്ല നമ്മളെയൊക്കെ ഭിന്നിപ്പിക്കുന്നത്. അതൊക്കെ നമുക്ക് തോന്നുകയാണ്. ഇവിടെ കലാപങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണം വ്യത്യസ്ത മതങ്ങളുള്ളത് കൊണ്ടാണ്, വ്യത്യസ്ത ജാതികളുള്ളത് കൊണ്ടാണ്, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ളത് കൊണ്ടാണ്, വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ ധാരാളം ഭീകരരുള്ളത് കൊണ്ടാണ് എന്നൊക്കെ നമുക്ക് തോന്നും. നമ്മുടെ അല്പബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അതൊക്കെ നമുക്ക് തോന്നും. എന്നിട്ട് നമ്മളിപ്പോൾ വർഗീയത്തിലൂടെ എന്താ ചിന്തിക്കുന്ന? എല്ലാവരും ഭാരതത്തിൽ ഹിന്ദുക്കൾ മാത്രമാണ് വേണ്ടത് എന്നൊരു കൂട്ടർ, എല്ലാവരും മുസൽമാനായി മാറണമെന്ന് വേറൊരു കൂട്ടർ, എല്ലാവരും ക്രിസ്ത്യാനികളായി മാറിയാലേ ലോകം നന്നാവുള്ളൂ എന്ന് മറ്റൊരു വിചാരക്കാർ. ഇവർക്കെല്ലാമുള്ള മറുപടി മഹാഭാരതം തരുന്നുണ്ട്. കാരണം നമ്മളെല്ലാം ഒരു മതമായി എന്നുള്ള കാരണത്താൽ ഈ ലോകത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല. ഒരു ജാതി ആയതുകൊണ്ടും ഈ ലോകത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല. നേപ്പാളിലൊക്കെ കാര്യമായിട്ട് ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ അത്രേ. എന്നിട്ട് അവിടെ ശാന്തിയും സമാധാനമുണ്ടോ? മൊറേഷ്യസ് രാജ്യത്തിൽ വെറും കാര്യമായിട്ട് ഹിന്ദുക്കളേ ഉള്ളൂ അത്രേ. അവിടെ ഇന്നേ വരെ ഹിന്ദുക്കളല്ലാതെ പലവരും നേപ്പാളിലൊന്നും രാജ്യം ഭരിച്ചിട്ടേ ഇല്ല. നമ്മുടെ രാജ്യം വീണ്ടും മതേതരത്വമാണ്. പല മതങ്ങളുമുണ്ട് നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ട് അല്ലാത്തവരും രാജ്യം ഭരിച്ചിട്ടുണ്ട്. അറേബ്യൻ രാജ്യങ്ങളിൽ വെറും ഇസ്ലാം മതസ്ഥർ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടോ? ജെറൂസലേമിലും റോമിലും ഇറ്റലിയിലൊക്കെ ക്രിസ്ത്യാനികൾ മാത്രമല്ലേ ഉള്ളൂ. അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടോ? അങ്ങനെ നാളെ ഭാരതം മുഴുവൻ ഹിന്ദുക്കൾ മാത്രമായി എന്ന് വിചാരിച്ചാൽ ഇവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാവുമോ? ഹിന്ദുക്കൾ മാത്രമായി മാറി വരുമ്പോൾ ഹിന്ദുവിലുള്ള ജാതിപ്പോര് വേറെ വരും. അപ്പോൾ പിന്നെ ഹിന്ദുക്കൾ തമ്മിൽ ബ്രാഹ്മണർ വേറെ, ക്ഷത്രിയർ വേറെ, ശൂദ്രർ വേറെ, വൈശ്യർ വേറെ, അഥവാ നായന്മാർ, ഈഴവന്മാർ, ദൾ വിഭാഗത്തിൽപ്പെട്ടവർ, ബ്രാഹ്മണന്മാർ എന്നെല്ലാം പറഞ്ഞ് നാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസത്തിന് കാരണം ഒരിക്കലും മതമല്ല, രാഷ്ട്രീയമല്ല, ജാതിയല്ല, ഭാഷയല്ല, വേഷമല്ല. ഇതിന് ഏറ്റവും ഉദാഹരണമാണ് മഹാഭാരത യുദ്ധം. ആര് തമ്മിലായിരുന്നു? അന്യരാഷ്ട്രക്കാർ തമ്മിലായിരുന്നോ? അന്യമതസ്ഥർ തമ്മിലായിരുന്നോ? അന്യഭാഷക്കാരും അന്യജാതിക്കാരും തമ്മിലായിരുന്നോ? അന്യവേഷക്കാരായിരുന്നോ? അന്യ ജില്ലക്കാരായിരുന്നോ? അയൽവക്കത്തുകാരായിരുന്നോ? ഒരേ വീട്ടിലെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാകുന്ന പാണ്ഡവന്മാരും നൂറ്റുവന്മാരും തമ്മിലുള്ള യുദ്ധമാണ് മഹാഭാരത യുദ്ധം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധം മഹാഭാരത യുദ്ധമാണത്രേ. 18 അക്ഷൗണിപ്പടകളാണത്രേ ചത്തു വീണത്. ഒരു അക്ഷൗണിപ്പട എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കാലാൾ, ലക്ഷക്കണക്കിന് ആനകൾ, ലക്ഷക്കണക്കിന് കുതിരകൾ, ലക്ഷക്കണക്കിന് പടക്കോപ്പുകൾ, ഇതെല്ലാം പൊടിഞ്ഞു താഴെ വീണു. അങ്ങനെ 18 അക്ഷൗണിപ്പടകൾ ഒരുമിച്ച് നശിച്ചു. 1-ാം ലോക മഹായുദ്ധത്തിൽ ഇത്ര പേര് മരിച്ചിട്ടില്ല. 2-ാം ലോക മഹായുദ്ധത്തിലും ഇത്ര പേര് മരിച്ചിട്ടില്ല. അപ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം ആൾക്കാർ മരിച്ചത് ഏതിലാ? മഹാഭാരത യുദ്ധത്തിലാ. ഈ മഹാഭാരത യുദ്ധം അന്യമതസ്ഥർ തമ്മിലായിരുന്നില്ല, അന്യജാതിക്കാരായിരുന്നില്ല, വേഷക്കാരോ ഭാഷക്കാരോ ജില്ലക്കാരോ ഒന്നുമല്ല. ഒരു വീട്ടിൽ നടന്ന യുദ്ധം എന്ന് പറയുമ്പോൾ ഉറക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു സത്യം, കലഹത്തിന് കാരണം, അഭിപ്രായ വ്യത്യാസത്തിന് കാരണം, യുദ്ധത്തിന് കാരണം ഇതൊന്നുമല്ല. ഇതിന് ഏക കാരണം മനുഷ്യ മനസ്സിലെ അസൂയ മാത്രമാണത്രേ.
പഞ്ചപാണ്ഡവന്മാരും നൂറ്റുവന്മാരും ചെറുപ്രായത്തിൽ തന്നെ ഒരുമിച്ച് കളിച്ച് വളർന്നപ്പോൾ ധർമ്മപുത്രരുടെ ധർമ്മനീതിയും ധർമ്മപുത്രരുടെ വാക്കുപാലനവും കണ്ട് അസൂയപ്പെട്ടു ദുര്യോധനാദികൾക്ക്. അർജുനൻ്റെ ആയുധവിദ്യയിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ട് ദുര്യോധനാദികൾക്ക് അസൂയയുണ്ടായി. ഭീമൻ്റെ ശക്തി കണ്ട് ദുര്യോധനാദികൾക്ക് അസൂയയുണ്ടായി. നകുല സഹദേവന്മാരുടെ പാണ്ഡിത്യവും വ്യാകരണവും സംസ്കൃതവും ഒക്കെ കണ്ട് ഇവർക്ക് അസൂയയുണ്ടായി. ഈ പഞ്ചപാണ്ഡവന്മാർ നൂറ്റുവന്മാർ മുഴുവൻ വിചാരിച്ചിട്ടും അവരുടെ കഴിവ് ഇവരുടെ ഒപ്പമെത്താൻ സാധിക്കാതെ വന്നപ്പോൾ മനുഷ്യപ്രകൃതിയാണത്രേ അസൂയ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കൂടപ്പിറപ്പാണ്. ഈ അസൂയ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ മനുഷ്യൻ രക്ഷപ്പെട്ടു. ഗോഡ് പ്ലസ് ജലസി ഈസിക്കൽ ടു മാൻ എന്നാണ് അത്ര. മാൻ മൈനസ് ജലസി ഈസിക്കൽ ടു ഗോഡ് എന്നാണ്. സോ സിമ്പിൾ. മനുഷ്യരിൽ നിന്ന് അസൂയ പറ്റെടുത്ത് കളയാൻ കഴിഞ്ഞാൽ വി വിൽ ഓൾ ബിക്കം സൂപ്പർമാൻ എന്നാണ്. നമ്മൾ അതോടുകൂടി മനുഷ്യാതീതരായി മാറുകയാണ്. മനുഷ്യാതീതരായി മാറാൻ നമ്മളിൽ ഒന്നേ ഒരു ദോഷം മാത്രം മാറ്റിയാൽ മതി, അസൂയ. പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. സാധാരണ കുട്ടികൾ മുതൽക്ക് ഇന്ന് അസൂയയെ നാം ജനിപ്പിക്കുകയാണ്. ഈ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ അതല്ലേ സംഭവിക്കുന്നത്. ആര് തമ്മിലാണ് യൂത്ത് ഫെസ്റ്റിവൽ? മക്കൾ തമ്മിലല്ല, രക്ഷിതാക്കന്മാർ തമ്മിലാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുമ്പോൾ എനിക്ക് സന്തോഷമില്ല, എൻ്റെ മക്കൾക്ക് കിട്ടണം, അപ്പോഴേ എനിക്ക് സന്തോഷമുള്ളൂ. മറ്റുള്ളവരുടെ കഴിവുകൾ കാണുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. ആ കഴിവ് എനിക്കും എൻ്റെ ആൾക്കാർക്കും വേണം, എങ്കിലേ സന്തോഷമുള്ളൂ. എന്തിനധികം പറയുന്നു, ഒരു വീട്ടിലെ സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലും കഴിവിൻ്റെ കാര്യത്തിൽ അസൂയ ഉണ്ടാകുന്നു. ചെറുപ്രായം മുതൽ തന്നെ ജ്യേഷ്ഠാനുജന്മാരും അനുജത്തിമാരും തമ്മിൽ അസൂയ. എന്നിട്ട് കുട്ടികൾ പറയുന്നു അച്ഛനും അമ്മയ്ക്കും അവനോടാണ് കൂടുതൽ ഇഷ്ടം, ഞങ്ങളോട് ഇഷ്ടമില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നു. ഇത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അസൂയയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ അസൂയ എന്നിലുണ്ട് എന്ന് ആർക്ക് ബോധ്യപ്പെടുന്നുവോ അയാൾ ആത്മീയതയുടെ ആദ്യ പടിയിലെത്തി എന്നാണ്. എന്നിൽ ഇങ്ങനെയൊരു വിഷവിത്ത് ഇരിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങിയാൽ നമ്മൾ ആത്മീയതയുടെ ആദ്യത്തെ പടി കയറി. പിന്നീട് അത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഇതുപോലുള്ള സത്സംഗങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അസൂയയാണ്. ആത്മീയത്തിലാണ് അത്ര ഏറ്റവും അധികം അസൂയ. നമുക്ക് തോന്നും ഭൗതികത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെയാണ് അസൂയ, ആത്മീയത്തിലാണ് ഏറ്റവും അധികം അസൂയ. ഞാൻ സായി ഭക്തനാണ്. ഞങ്ങൾ സായി ഭക്തന്മാരുടെ ഇടയിലുള്ള ഒരു അസൂയ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുട്ടപ്പർത്തിയിൽ ചെന്നാൽ ഭഗവാൻ സത്യസായി ബാബ പ്രസാദം തരുകയോ ഭഗവാൻ ബാബ പാദനമസ്കാരം തരുകയോ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ നിർത്തി. അതൊക്കെ കിട്ടുന്ന കാലഘട്ടത്തിൽ 2 ദിവസം നമ്മളവിടെ പോയിരുന്ന് പാദനമസ്കാരവും പ്രസാദവും കിട്ടിയില്ലെങ്കിൽ ഞാൻ മടങ്ങിപ്പോരും. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾ പറയും നിങ്ങൾ പോയിക്കോ, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് പറയും. 2 ദിവസം കഴിഞ്ഞ് അയാൾ വരുമ്പോൾ ഞാൻ ആദ്യം അയാളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നാവാം, നിങ്ങൾക്ക് പാദനമസ്കാരം കിട്ടിയോന്ന്. അപ്പോൾ അയാൾ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആവൂ ഞാൻ രക്ഷപ്പെട്ടു എന്ന്. എൻ്റെ ഒരു സന്തോഷം എന്താണെന്നറിയാം. അല്ല, അയാൾക്ക് പ്രസാദവും പാദനമസ്കാരവും കിട്ടിയെന്ന് പറഞ്ഞാലോ എനിക്കാകെ മനസ്സിന് പ്രയാസമായി. എനിക്കിനി എന്തായാലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, ഞാൻ മടങ്ങിപ്പോകുന്നില്ലേ. പക്ഷേ എനിക്ക് കിട്ടാത്തതിലല്ല എൻ്റെ പ്രശ്നം, അയാൾക്ക് കിട്ടിയതിലാണ് എൻ്റെ പ്രശ്നം. ഇത് മനുഷ്യൻ്റെ ഇത് ആത്മീയത്തിലുള്ളതാണ്. ഗുരുവായൂർ ചെന്ന് നന്നായിട്ടും തൊഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയ്യോ നിങ്ങൾ എപ്പോഴേ തൊഴുതത്, ഞാൻ ഇന്ന സമയത്ത് അയ്യോ ഞാൻ കാലത്ത് പോയിട്ട് ഇങ്ങനെ ഒന്നും എനിക്ക് തൊഴുകാൻ പറ്റിയില്ലല്ലോ, എന്നാൽ എനിക്ക് തൊഴാൻ പറ്റി, കഷ്ടമായിപ്പോയി. എന്താ കഷ്ടം അറിയോ? ഇയാളെ കാണുന്നവരെ ഒരു കഷ്ടം ഉണ്ടായിരുന്നില്ല, ഇയാളെ കണ്ടപ്പോഴേക്ക് കഷ്ടമായി. കാരണം അയാൾക്ക് നന്നായി തൊഴാൻ പറ്റി, അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല എന്നുള്ള നമ്മുടെ ഉള്ളിലെ അസൂയ. ഈ അസൂയ അങ്ങ് വളർന്ന് പഞ്ചപാണ്ഡവന്മാർക്ക് എതിരായിട്ട് എല്ലാ ആസൂത്രണങ്ങളും ചെയ്ത് അവസാനം അവരെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് തന്നെ ദുര്യോധനാദികൾ തീരുമാനിച്ചത് മാത്രമല്ല, എത്രയോ പ്രാവശ്യം ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തു. ഭീമനെയും മറ്റും വെള്ളത്തിൽ കൊണ്ടുപോയി നൂറ്റുവന്മാർ പലവരും കൂടി തല മുക്കി ചത്തു എന്ന് ഉറപ്പിച്ച് തിരിച്ചു പോന്നു. അങ്ങനെ അനവധി പ്രാവശ്യം ചതിച്ച് പഞ്ചപാണ്ഡവന്മാരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടും ദുര്യോധനാദികൾക്ക് ഒരിക്കലും അതിന് സാധിച്ചില്ല.
അപ്പോൾ അവസാനം ശകുനിയുമായിട്ട് ആലോചിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റി, നമ്മൾ ഈ ജന്മം മുഴുവൻ വിചാരിച്ചാലും സത്യസന്ധമായിട്ട് പഞ്ചപാണ്ഡവന്മാരോട് നമുക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി എന്താ വഴി? ഇനി ചതിച്ചുകൊണ്ട് ജയിക്കാൻ പറ്റുമോ നോക്കുക, അല്ലാതെ സത്യസന്ധമായി പറ്റില്ല. അതുകൊണ്ട് ചതിയാകുന്ന ഒരു കളി ചൂതുകളിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആ ചൂതുകളിയും ശരിക്ക് കളിക്കാമെങ്കിൽ പഞ്ചപാണ്ഡവന്മാരുടെ മുമ്പിൽ ദുര്യോധനാദികൾ തോറ്റുപോകും. എന്നാൽ അതിൽ കള്ളക്കളി കളിച്ച് കള്ളച്ചൂത് കളിച്ച് അവരെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, ധർമ്മപുത്രരെ പോലെയുള്ള സ്വാത്വികന്മാരാകുന്ന വ്യക്തികളെ കൊണ്ട് അഗ്രിമെൻ്റ് ഉണ്ടാക്കി തോറ്റുകഴിഞ്ഞാൽ 13 വർഷം 12 വർഷം വനത്തിൽ പോവുകയും 1 വർഷം അജ്ഞാതമായി നിങ്ങൾ എവിടെയെങ്കിലും താമസിക്കണമെന്നും, അങ്ങനെ നിങ്ങൾ താമസിക്കുന്ന സമയത്ത് നിങ്ങളെ കണ്ടുപിടിച്ചാൽ അപ്പോൾ വീണ്ടും പിന്നീട് 12 വർഷം പോകണമെന്നും ഒരു അഗ്രിമെൻ്റ് എഴുതിച്ചു. എന്തിനാ ഈ 12 വർഷം? ലോകമുള്ള കാലത്ത് തന്നെ നമുക്കൊരു നീതിയും നിയമവും ഉണ്ട് അത്രേ. 12 വർഷത്തിനുള്ളിൽ എന്തും സംഭവിക്കുമ്പോൾ അതിന് സാധുതയുണ്ട്, 12 വർഷം കഴിഞ്ഞാൽ അസാധുവാകും. ഇന്ന് കോടതി നിയമങ്ങളും അങ്ങനെയാണ്. കോടതിയിൽ നാം ഒരു നിയമം പകർത്തി ഉണ്ടാക്കി കൊണ്ടുവന്നാൽ 12 വർഷത്തിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, അത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയിരുന്നില്ലെങ്കിൽ 12 വർഷം കഴിഞ്ഞാൽ അത് അസാധുവായി. ഇത് പണ്ടേ മുതൽക്കുള്ള നിയമമാണ്. അപ്പോൾ ദുര്യോധനാദികൾ വിചാരിച്ചു 12 വർഷം പഞ്ചപാണ്ഡവന്മാർക്ക് ഈ രാജ്യം ഭരിക്കാൻ കഴിയാതെ പോയാൽ പിന്നെ ഒരിക്കലും തന്നെ അവർക്ക് ഈ രാജ്യം ഭരിക്കാൻ അവകാശമുണ്ടാവുകയില്ല. ഇന്നും ആ നിയമമുണ്ട്, അന്നും ആ നിയമമുണ്ട്. 12 വർഷത്തെ ഒരു കണക്ക് കൂട്ടൽ. പിന്നെ എന്തിനായി 13 വർഷം? അപ്പോൾ ദുര്യോധനാദികൾ ഇരുന്ന് ആലോചിച്ചപ്പോൾ തോന്നി, ഇത്രയും വർഷം കുറേ കഴിയുമ്പോൾ കണക്ക് കൂട്ടുന്നത് തെറ്റിയിട്ട് 12 ആയില്ലോ സംശയം വരും, കിടക്കട്ടെ ഒരു വർഷം എക്സ്ട്രാ, 13 വർഷം തീരുമാനിച്ചത്രേ. എന്നാൽ പിന്നെ സംശയം ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് ആ 13ാമത്തെ വർഷം അജ്ഞാതമായിട്ട് അവർ ഒളിച്ച് താമസിക്കണം. ദുര്യോധനാദികൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. കണ്ടുപിടിച്ചാൽ വീണ്ടും ഒരു 12 വർഷം വനവാസം ചെയ്യണം. ഇങ്ങനെ ഒരു കള്ളത്തര നിയമവും ഉണ്ടാക്കി. ഈ അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നതിനൊന്നും സാധുതയില്ല. നമ്മൾ തമ്മിലൊരു അഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ ഇതൊന്നും കോടതി അംഗീകരിക്കില്ല. നമ്മൾ തമ്മിൽ അഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ്, നമുക്ക് 2 പേർക്കും അന്യോന്യം കുത്തിക്കൊല്ലാം, ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ അതൊന്നും നിയമമാക്കാൻ പറ്റില്ല. അപ്പോൾ ഭരണഘടനയ്ക്ക് എതിരായിട്ട് നിയമം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ഭരണഘടനയ്ക്കെതിരായി നിയമം ഉണ്ടാക്കി. പഞ്ചപാണ്ഡവന്മാർ എല്ലാം ധർമ്മപുത്രർ പറയുന്നത് അതേപടി സ്വീകരിക്കും. ധർമ്മപുത്രരാണെങ്കിൽ എല്ലാം ഇങ്ങനെ വിട്ടുകൊടുത്ത് ധർമ്മപുത്രർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അമളി എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാം തികഞ്ഞവനല്ല ധർമ്മപുത്രർ, ഏറ്റവും വലിയൊരു തെറ്റിൻ്റെ ഉടമസ്ഥനാണത്രേ ധർമ്മപുത്രർ. എന്താണ് തെറ്റെന്നറിയാമോ? താൻ ധർമ്മിഷ്ഠനാണെന്നും താൻ ഒരിക്കലും അസത്യം പറയുകയില്ലെന്നും തന്നെപ്പോലെ സത്യം പറയുന്നവരായിട്ട് ആരും ഉണ്ടാകാൻ പാടില്ല എന്നൊരു ആധ്യാത്മിക അഹങ്കാരം ധർമ്മപുത്രരിലുണ്ടായിരുന്നു. ഇത് മനുഷ്യന് അപകടകരമാണ്. ഈ അപകടകരമാണ് ധർമ്മപുത്രർക്കുണ്ടായ സകല പരാജയത്തിനും കാരണം. നമ്മുടെ കഴിവിൽ നാം അഹങ്കരിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് എൻ്റെ പ്രഭാഷണം നന്നാവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ ഞാൻ നന്ദി പറയേണ്ടത് ഈശ്വരനോടാണ്. കാരണം ഈശ്വരൻ വിചാരിച്ചാൽ അടുത്ത നിമിഷം എൻ്റെ വാക്കിനെ ഇല്ലാതാക്കി മാറ്റാൻ സാധിക്കും. ഒരു നിമിഷം കൊണ്ട് എന്നെക്കൊണ്ടുള്ള സംസാരം നിർത്തിപ്പിക്കുവാൻ ഈശ്വരൻ വിചാരിച്ചാൽ സാധിക്കും. ഓരോരുത്തരും അവനവൻ്റെ കഴിവിൽ ഓരോ നിമിഷം കഴിയുന്തോറും ചിന്തിക്കേണ്ടത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. പുൽക്കൊടി ഇളകുന്നതും നാടി മിടിക്കുന്നതും നമ്മുടെ കൺപോളകൾ ചലിക്കുന്നതും ഈശ്വര സങ്കല്പം കൊണ്ടാണ്. ഈ ഒരു ചിന്താഗതി വളർത്തിയെടുക്കുന്തോറും മാത്രമാണ് മനസ്സിന് ശാന്തിയും. ഇത് എടുക്കാൻ ധർമ്മപുത്രർക്ക് പറ്റാതെ പോയി. അവസാനം വനവാസത്തിന് പോയി. വനവാസ സമയത്ത് എങ്ങനെയെങ്കിലും ഇവരെ നശിപ്പിക്കുവാൻ വേണ്ടി എല്ലാവിധത്തിലുള്ള ആൾക്കാരെയും വിട്ടു. അജ്ഞാതവാസ സമയം വന്നു. അജ്ഞാതവാസ സമയത്ത് ദുര്യോധനാദികൾ വെറുതെ പറഞ്ഞു വരുത്തി പാണ്ഡവന്മാരെ കണ്ടു എന്ന് കളവ് പറഞ്ഞു. ഇനിയൊരു 12 വർഷം അവർ പോകണമെന്ന് കളവ് പരത്തി. ഇതിനിടയിലൂടെ അവരെ ശപിക്കാൻ വേണ്ടി ദുർവാസാവിനെ വിട്ടു.
ദുർവാസാവ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ചെന്ന് നോക്കിയപ്പോൾ പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തിൽ നിന്ന് ഭക്ഷണം തീർന്നു പോയിരിക്കുന്നു, ഇനി ഭക്ഷണം കൊടുക്കാനില്ല. ഇങ്ങനെയൊക്കെ ചതിക്കാൻ നോക്കിയപ്പോഴെല്ലാം ഭഗവാൻ അവരെ രക്ഷിച്ചു. ഈ അജ്ഞാതവാസം എന്ന് പറയുമ്പോൾ അവർ ഒളിക്കുകയല്ല അത്ര ചെയ്തത്. തൻ്റെ ഉള്ളിൽ അജ്ഞാതമായി കിടക്കുന്ന ഭഗവാൻ കൃഷ്ണനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണത്രേ അജ്ഞാത വർഷം പഞ്ചപാണ്ഡവന്മാർ ചെലവഴിച്ചത് എന്നാണ്. ആ കാലഘട്ടത്തിലാണത്രേ പഞ്ചപാണ്ഡവന്മാരും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിൽ ഏറ്റവും അധികം അടുക്കുന്നത് അജ്ഞാത വർഷത്തിലാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ അജ്ഞാതമായി കിടക്കുന്ന കൃഷ്ണനെ കണ്ടുപിടിക്കുകയായിരുന്നു ഈ ഒരു വർഷത്തിലെ അവരുടെ തപസ് എന്നർത്ഥം. പഞ്ചപാണ്ഡവന്മാരുടെ ഏറ്റവും സുവർണ കാലഘട്ടമായിരുന്നു അത്രേ 13ാമത്തെ വർഷമാകുന്ന അജ്ഞാത വർഷം എന്നാണ്. അതോടുകൂടി കൃഷ്ണനും പാണ്ഡവന്മാരും തമ്മിലുള്ള സുഹൃത് ബന്ധം അങ്ങ് ഉറച്ചു. തിരിച്ചു വന്നപ്പോൾ ദുര്യോധനാദികൾ പറഞ്ഞു, നിങ്ങളെ നാട്ടിൽ കയറ്റില്ല, വീണ്ടും ഇപ്പോൾ 12 വർഷം നിങ്ങളെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന്. തെളിവ് നികത്താൻ ദുര്യോധനൻ്റെ കയ്യിലില്ല. എന്നിട്ട് വെറുതെ വാദിക്കുക, രാജ്യം ഇപ്പം എൻ്റെ കയ്യിലാണ്, ഒരിക്കലും ഇവിടെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആട്ടുക. അങ്ങനെ താമസിക്കാൻ സമ്മതിക്കാതെ വന്നപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഞാനൊന്ന് പോയിട്ട് മധ്യസ്ഥം പറഞ്ഞളയാമെന്ന് പറഞ്ഞു. കൃഷ്ണ ഭഗവാൻ മധ്യസ്ഥം പറയാൻ പോവുകയാണ്, ഒരു മീഡിയേറ്ററായിട്ട്. ദുര്യോധനാദികളെടുത്ത് തന്നിട്ട് ഒരു മധ്യസ്ഥം പറയുകയാണ്, ദുര്യോധന, എന്തൊക്കെയായാലും നിൻ്റെ പിതൃ സഹോദരൻ്റെ മക്കളല്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, ഈ രാജ്യത്തിൻ്റെ പകുതി അവർക്ക് കൊടുക്കൂ. ദുര്യോധനാദികൾ സമ്മതിച്ചില്ല. എന്നാൽ വേണ്ട, അവർക്ക് ഒരു ഗ്രാമമെങ്കിലും കൊടുക്കൂ. പറ്റില്ല, പോട്ടെ, അവർ 5 പേരും കുന്തിദേവിയൊത്ത് താമസിക്കട്ടെ, ഭാര്യമാരുമൊത്ത് കുന്തിദേവിയൊത്ത് താമസിക്കാൻ ഒരു വീട് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. സാധ്യമല്ല, സൂചി കൊത്തുവാനുള്ള ഇടം പോലും കൊടുക്കില്ല, അവർ പോട്ടെ, വീണ്ടും വനവാസത്തിലേക്ക്. അപ്പോൾ പഞ്ചപാണ്ഡവന്മാർ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുക, കൃഷ്ണൻ ദൂതിന് പോയിട്ട് എന്ത് അഭിപ്രായമായിട്ടാണ് വരിക എന്ന്. മഹാഭാരതത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കൃഷ്ണൻ ദൂത് സമയത്ത് ദുര്യോധനാദികൾ കൃഷ്ണനെ പോലും അപമാനിച്ചു. ആ കഥയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. മഹാഭാരതത്തെക്കുറിച്ച് വീണ്ടും നമുക്ക് 9 ദിവസം നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ഭാരതം മാത്രമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ അപമാനിക്കാൻ അവർ ശ്രമിച്ചിട്ടും കൃഷ്ണഭഗവാൻ തൻ്റെ ശക്തി മുഴുവനോടെ കാണിച്ചു കൊടുത്ത് അവസാനം കൃഷ്ണന് മനസ്സിലായി, ഇവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ കൃഷ്ണൻ, ദൂതിന് പോയ കൃഷ്ണൻ ചെയ്യുന്നത് യുദ്ധം ഉറപ്പിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെയാണെങ്കിൽ യുദ്ധം ചെയ്ത് പഞ്ചപാണ്ഡവന്മാർ നിങ്ങളിൽ നിന്നും ഭൂമി വാങ്ങിച്ചു കൊള്ളും, അതുകൊണ്ട് യുദ്ധം ഇതാ ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഡേറ്റും സ്ഥലവും ഫിക്സ് ചെയ്തിട്ട് കൃഷ്ണൻ അങ്ങോട്ട് മടങ്ങി വന്നു. അപ്പോൾ പഞ്ചപാണ്ഡവന്മാർ കാത്തിരിക്കുക, എന്താ കൃഷ്ണൻ്റെ മറുപടി അറിയാൻ. കൃഷ്ണൻ പറഞ്ഞു, തീരുമാനിച്ചു എന്ന് പറഞ്ഞു. എന്താ തീരുമാനിച്ചത് എന്ന് പറഞ്ഞു. യുദ്ധം തീരുമാനിച്ചു എന്നങ്ങ് പറയേണ്ട താമസം ഭീമൻ ചാടിക്കളിക്കുക, ഇത് പണ്ടേ ആവണമായിരുന്നു എന്ന് പറഞ്ഞ ഭീമൻ്റെ ഒരു സന്തോഷം എന്താണെന്നറിയാമോ? നകുലനും സഹദേവനും ഒപ്പം ചാടാൻ തുടങ്ങി. ധർമ്മപുത്രൻ അങ്ങോട്ട് മൂകനായി തല താഴ്ത്തി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. കൃഷ്ണൻ ചോദിച്ചു, എന്താ ധർമ്മപുത്രരെ? എങ്കിലും കൃഷ്ണ, അത് വേണ്ടായിരുന്നു. നമ്മുടെ സഹോദരന്മാരല്ലേ, നാം അവരോട് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ്? പക്ഷേ കൃഷ്ണൻ പറഞ്ഞു, നിവൃത്തിയില്ല, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. എന്താ അർജുനൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അർജുനൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, കൃഷ്ണൻ എന്താ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ആവാം. അപ്പോൾ ഓരോരുത്തരും നമ്മളുടെ വ്യത്യാസം ആലോചിച്ച് നോക്കൂ. ധർമ്മപുത്രർക്ക് കൃഷ്ണൻ്റെ തീരുമാനം ഇഷ്ടമായില്ല. അർജുനാദികൾക്ക് കൃഷ്ണൻ എന്ത് തീരുമാനിച്ചോ അത് സമ്മതിക്കാൻ തയ്യാറാണ്. ഭീമനും നകുലനും സഹദേവനും ഇത് പണ്ടേ ആകണമായിരുന്നു എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് ചാടിക്കളിക്കുന്നു. പഞ്ചപാണ്ഡവന്മാർ തന്നെ വ്യത്യസ്തമായ അഭിപ്രായമായിരുന്നു. എങ്കിലും കൃഷ്ണഭഗവാന്റെ അഭിപ്രായത്തിന് എല്ലാവരും യോജിക്കുന്നു. യുദ്ധഭൂമിയൊക്കെ തയ്യാറായി. ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ വെച്ച് യുദ്ധം ചെയ്യാൻ ഡേറ്റ് ഫിക്സ് ചെയ്തു. ഇന്ന സമയത്ത് എല്ലാവരും തയ്യാറാവുക. അങ്ങനെ വന്നപ്പോൾ തൻ്റെ ഭാഗത്തേക്ക് ആളെ കൂട്ടാൻ വേണ്ടി 2 പേരും, ഈ ഇലക്ഷൻ കാലമായാൽ പാർട്ടികളിങ്ങനെ ആളെ പിടിക്കാൻ നടക്കില്ലേ, ഞങ്ങളുടെ ഭാഗം എന്ന് പറഞ്ഞിട്ട് പഞ്ചപാണ്ഡവന്മാരും ദുര്യോധനാദികളും ആളെ പിടിക്കാൻ വേണ്ടി ഞങ്ങളെ കൂടെ ചേരണം യുദ്ധത്തിന് ആളെ കൂട്ടാൻ തുടങ്ങി. 2 കൂട്ടരോടും പല ആൾക്കാരും സഖ്യം പ്രഖ്യാപിച്ചു. ഞങ്ങൾ നിങ്ങളെ കൂടെയാണ് സഖ്യം പ്രഖ്യാപിച്ച് ദുര്യോധനാദികൾ തീരുമാനിച്ചു, ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചു കളയാം.
അർജുനനും തീരുമാനിച്ചു ശ്രീകൃഷ്ണനോടും സഖ്യം ചോദിച്ചു കളയാം. രണ്ടുപേരും ഒരുമിച്ചാണ് എത്തുന്നത്. എത്തുമ്പോൾ കൃഷ്ണ ഭഗവാൻ കിടന്നുറങ്ങുകയാണ്. ആ സമയത്താണ് അവിടെ അർജുനനും ദുര്യോധനും എത്തുന്നത്. ആദ്യം എത്തിയത് ദുര്യോധനാണ്. ദുര്യോധൻ കൃഷ്ണൻ്റെ തലയ്ക്കൽ തന്നെയാണ് ഇരുന്നു. കൃഷ്ണൻ ഉണരുമ്പോൾ കാണാലോ വിചാരിച്ചിട്ട്. രണ്ടാമതെത്തിയത് അർജുനനാണ്. അർജുനൻ കൃഷ്ണ ഭഗവാന്റെ പാദത്തിലും ഇരുന്നു. കൃഷ്ണൻ കിടന്നുറങ്ങുക. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ നേരെ എണീറ്റ് നോക്കിയത് അർജുനൻ്റെ അടുത്താണ്. തലക്കിരിക്കുന്ന ദുര്യോധനെ നോക്കിയില്ല. അർജുന, എന്തേ വന്നത്? എന്താ നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ഞാനാണ് ആദ്യം വന്നത് എന്ന്. അപ്പോൾ ദുര്യോധനും ഉണ്ടോ ചോദിച്ചു. എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, വേണ്ടത് ഞാൻ ആദ്യം പറയും, രണ്ടാമത് വന്ന അർജുനനല്ല പറയേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ കണ്ടത് ആദ്യം അർജുനനെയാണ്, അതുകൊണ്ട് അർജുനനല്ലേ ചാൻസ് കൊടുക്കേണ്ടത് എന്ന് വെച്ചു. ദുര്യോധനൻ സമ്മതിച്ചില്ല. കൃഷ്ണ, അങ്ങ് ഇത്രയും കപടമുള്ള ആളാണെന്ന് ഞാൻ വിചാരിച്ചില്ല, അങ്ങക്ക് ഒരു സംസ്കാരമില്ല, ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, എത്ര നേരത്തെ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് ദുര്യോധനൻ തട്ടിക്കയറാൻ പുറപ്പെട്ടപ്പോൾ, പോട്ടെ എന്നാൽ നീ തന്നെ പറ. ദുര്യോധനന് വിട്ടുകൊടുക്കുകയാണ്. എന്താ നിൻ്റെ ആവശ്യം? എനിക്ക് ആവശ്യം യുദ്ധത്തിന് അങ്ങ് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ കൂടെ നിൽക്കണം. ശരി അർജുന, നീ എന്തിനാ വന്നത്? ഞാനും വന്നത് ആ അഭ്യർത്ഥനവുമായിട്ടാണ്. ഇപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ രണ്ടുപേരും വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചോദിച്ചത് എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ, ഞാൻ ഒരാളുടെ കൂടെ ഒറ്റയ്ക്ക് വരും, ആയുധമെടുക്കാതെ ഒറ്റയ്ക്ക് ഞാൻ വരാം. മറ്റേ ആൾക്ക് ഞാൻ വരില്ല, എൻ്റെ കൂടെയുള്ള സകല കാലാളുകളും ആനപ്പടകളും കുതിരപ്പടകളും വെടിപ്പോക്കുകളും കൊടുക്കാം. ഇതിങ്ങ് കേട്ടപ്പോഴേക്കും ദുര്യോധനൻ ചാടി പറഞ്ഞു, എങ്കിൽ എനിക്ക് വെടിപ്പോക്കുകളും കാലാളും ആനയാളും കുതിരകളൊക്കെ മതി, അങ്ങ് വേണമെന്നില്ല എന്നായി ദുര്യോധനൻ. അപ്പോൾ അർജുനോട് ചോദിച്ചപ്പോൾ അർജുനൻ പറഞ്ഞു, എനിക്ക് അങ്ങ് മാത്രം മതി എന്ന്. അപ്പോൾ കൃഷ്ണഭഗവാൻ പറഞ്ഞു, പിന്നെ അർജുന, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാൻ ആയുധം എടുക്കില്ല. ആയുധം എടുക്കാത്ത എന്നെ നിനക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? അർജുനൻ പറഞ്ഞു, മതി ഭഗവാൻ, അങ്ങ് മാത്രം മതി, ആയുധമൊന്നും എടുക്കണ്ട, അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി. ദുര്യോധനൻ അതിലേറെ ഇഷ്ടമായി. എന്ത് കൃഷ്ണൻ, ലക്ഷക്കണക്കിന് കാലാളുകൾ ഞങ്ങൾക്ക് കിട്ടുന്നു, ആനപ്പടകളും കുതിരപ്പടകളും ഇതൊക്കെ കിട്ടുന്നു, പടക്കോപ്പുകൾ കിട്ടുന്നു, അതുകൊണ്ട് രണ്ടുപേരും സന്തുഷ്ടരായി. അങ്ങനെ കൃഷ്ണ ഭഗവാൻ രണ്ടുപേരെയും സന്തോഷിപ്പിച്ച് രണ്ടുപേരെയും അങ്ങ് അയക്കുകയും ചെയ്തു. യുദ്ധ ദിവസം വന്നു. രണ്ടു കൂട്ടരും രണ്ട് ഭാഗത്തുമായിട്ട് യുദ്ധസന്നാഹങ്ങളൊക്കെ കൂട്ടി. എന്നിട്ട് ഇനി യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. ആ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോൾ യുദ്ധത്തിൻ്റെ ആദ്യത്തെ പടി എന്താ? കാഹളമൂതുകയാണ്. അതാണ് ആദ്യം ചെയ്യുന്നത്. പാഞ്ചജന്യം ഹൃഷീകേശം ദേവദത്തം ധനഞ്ജയൻ പൗണ്ഡ്രം ദഗ്ധോ മഹാശങ്കും ഭീമകർമ്മ മൃഗോദര അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗ എന്നാണ്. ഓരോരുത്തരും അവനവൻ്റെ ശംഖൂതുകയാണ്. അർജുനൻ തൻ്റെ ശംഖ്, ഭീമൻ, നകുലൻ, സഹദേവൻ എല്ലാവരും ശംഖൂതാൻ തുടങ്ങി. അപ്പം പാഞ്ചജന്യമാണ് ഭഗവാന്റെ ശംഖ്. ഭഗവാൻ പാഞ്ചജന്യം ഊതി. എല്ലാവരും അവനവൻ്റെ ശംഖൊക്കെ ഊതിക്കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞപ്പോൾ റഫറി വിസിൽ വിളിച്ച മാതിരിയായി. അതോടുകൂടി ദുര്യോധനാദികൾ എല്ലാവരും ശംഖ് ഊതിക്കഴിഞ്ഞു. അപ്പം ശംഖ് വിളികളുടെ ആ ആർത്തനാദങ്ങളിടയിൽ ഇനി ഫയർ എന്നൊരൊറ്റ ഒന്നേ പറയേണ്ട, ഉടനെ തുടങ്ങുക വേണ്ടത്. റെഡി 1 2 3 എന്ന് പറയേണ്ട സമയത്ത് ഋഷികേശോ തഥാവാക്യം ഇതമാഹമഹീപതേ സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമച്യുത എന്ന് പറഞ്ഞിട്ട് അർജുനൻ മെല്ലെ മെല്ലെ കൃഷ്ണൻ്റെ അടുത്ത് എന്ന് പറയുക, ഹേ കൃഷ്ണ, എൻ്റെ രഥം ദയവ് ചെയ്ത് അങ്ങ് രണ്ട് പേരുടെയും മധ്യത്തിലായിട്ട് ഒന്ന് കൊണ്ടുപോയി വയ്ക്കൂ എന്നാണ്. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവസാന നിമിഷം വന്നപ്പോൾ അർജുനൻ എന്താ പറയുന്നത് അറിയോ? എൻ്റെ രഥം രണ്ട് യുദ്ധങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുപോയിട്ട് അങ്ങൊന്ന് വെക്കണം. എന്തിനാ അർജുന അങ്ങനെ കൊണ്ടുവയ്ക്കുന്നത്? ഞാനൊന്ന് കാണട്ടെ, ആരെല്ലാമാണ് എന്നോട് യുദ്ധം ചെയ്യാൻ വന്നത്, ആരോടെല്ലാമാണ് ഞങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്, എൻ്റെ ഭാഗത്ത് ആരെല്ലാമുണ്ട്, എതിർഭാഗത്ത് ആരെല്ലാമുണ്ട് എന്ന് ഞാനൊന്ന് കാണട്ടെ. അതുകൊണ്ട് കൃഷ്ണ, ദയവ് ചെയ്ത് അങ്ങ് രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ രഥം കൊണ്ടുപോയി വയ്ക്കുക.
കൃഷ്ണ ഭഗവാൻ ശരി, പക്ഷേ അർജുന അവർ അങ്ങനെ നോക്കി നിൽക്കില്ല. യുദ്ധം ചെയ്യാൻ വേണ്ടി അവസാന നിമിഷം വന്നപ്പോൾ രണ്ട് സൈന്യത്തിൻ്റെയും മധ്യത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാഴ്ച കാണാൻ നിൽക്കുക ചെയ്യുക. ദുര്യോധനാളെ വിടുക, അപ്പോൾ അവർ അമ്പയില്ലേ? അതൊന്നും എനിക്കറിയണ്ട. എനിക്കറിയണം രണ്ടുപേരും ആരൊക്കെയാണ് കൂടെ വന്നതെന്ന് അറിയണം. ഇങ്ങനൊരു നിയമം പതിവില്ല. യുദ്ധത്തിൻ്റെ രംഗങ്ങളെല്ലാം തയ്യാറായി റഫറി ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിലേക്ക് ആയുധധാരിയല്ലാത്ത കൃഷ്ണൻ അർജുനൻ്റെ തേരാളിയായിക്കൊണ്ട് രഥം രണ്ട് സൈന്യത്തിൻ്റെയും മധ്യത്തിൽ കൊണ്ടുപോയിട്ട് പറയുകയാണ്, ഹേ അർജുന, നീ രണ്ടുപേരെയും കാണുക. ആരെല്ലാമാണ് നിൻ്റെ കൂടെയും മറ്റുള്ളവരുടെ കൂടെയും ഉള്ളത് എന്ന് കാണുക. അപ്പോൾ അർജുനൻ ചുറ്റും നോക്കി. ചുറ്റും നോക്കിയപ്പോൾ അർജുനൻ ആകെ വിറയ്ക്കുവാൻ തുടങ്ങി. കണ്ണുകൾ ഇരുട്ടടയ്ക്കുവാൻ തുടങ്ങി. തല കറങ്ങുവാൻ തുടങ്ങി. സപ്തനാഡികളും തളരാൻ തുടങ്ങി. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ നജ ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ എന്ന് പറയും. ഹേ കൃഷ്ണ, ഞാനിതാ ദുർനിമിത്തങ്ങൾ കാണുന്നു. എനിക്കെൻ്റെ കൈകാലുകൾ തളരുന്നു. യുദ്ധം ചെയ്യാൻ എനിക്ക് പറ്റുകയില്ല. ഞാനിതാ ഗാണ്ഡീവം എൻ്റെ കയ്യിൽ നിന്ന് വീഴുന്നു. കൃഷ്ണ, എന്നെ ദയവ് ചെയ്ത് ഈ യുദ്ധത്തിൽ നിന്നും അങ്ങ് മാറ്റി നിർത്തണമേ എന്ന്. കൃഷ്ണൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് ആരാണ് ഈ സംസാരിക്കുന്നത്? ഇതിലും വലിയ യുദ്ധങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സാക്ഷാൽ പരമശിവനോട് യുദ്ധം ചെയ്തിട്ടുണ്ട്, ദേവേന്ദ്രനോട് യുദ്ധം ചെയ്തിട്ടുണ്ട്, സകല ദേവന്മാരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. വില്ലാളി വീരനാകുന്ന അർജുനൻ ഇപ്പോൾ ഇതായി നിസ്സാരമാകുന്ന യുദ്ധത്തിൻ്റെ മധ്യത്തിൽ വന്നുകൊണ്ട് നിമിത്താനി ച പശ്യാമി വിപരീതാനി ച കേശവ നജ ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിക്കാനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം അതിൽ തന്നെ ഉണ്ട്, ഹത്വാ സ്വജനമാഹവേ. എൻ്റെ സ്വന്തം ആൾക്കാരെ ഞാൻ എങ്ങനെയാണ് കൊല്ലുക എന്നാണ് അത്ര ചോദ്യം. അപ്പോൾ കൃഷ്ണന് രോഗം മനസ്സിലായി. അന്യന്മാരാണെങ്കിൽ അർജുനൻ കൊല്ലാൻ മിടുക്കനാ. ഇപ്പം സ്വന്തം ആൾക്കാരെന്ന് കണ്ടപ്പോഴേക്ക് കണ്ണിരിട്ടടയ്ക്കാൻ തുടങ്ങി, കൈകാലുകൾ വറയ്ക്കാൻ തുടങ്ങി, സപ്തനാടികളും തളരാൻ തുടങ്ങി. എന്നിട്ട് അർജുനൻ തന്നെ സമ്മതിക്കുകയാണ്, എങ്ങനെയാ കൃഷ്ണ ഞാൻ എൻ്റെ സ്വന്തം ആൾക്കാരെ കൊല്ലുക എന്നാണ്. ഇത് നമ്മളുടെയൊക്കെ വീക്ക്നെസ്സാണ്. അന്യന്മാരെ സഹായിക്കാൻ നമ്മളൊക്കെ ഗംഭീരന്മാരാ. നമ്മുടെ വീട്ടിൽ ആകെ പ്രശ്നമാണ്. അതൊന്ന് സോൾവ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റില്ല. മറ്റുള്ള ഭാര്യാഭർത്താക്കന്മാരുടെ അടികൂടുന്നത് ഇല്ലാതാക്കാൻ നമ്മൾ എന്തും മിടുക്കന്മാരാ അറിയോ? ഇന്ന് വീട്ടിൽ വന്നിട്ട് നമ്മൾ ഭാര്യാഭർത്താക്കന്മാർ അടിയോടടിയാണ്. സ്വന്തം കാര്യം നമുക്ക് വരുമ്പോൾ ആകെ പ്രശ്നമായി. വലിയ വലിയ ഡോക്ടർമാർ പറയാറുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ സ്വന്തം കുട്ടിയെ ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല അത്രേ, കൈ വറക്കും. അതിന് വേറെ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ ഡോക്ടർമാരുടെ കുട്ടികൾക്ക് രോഗം വന്നാൽ മറ്റു ഡോക്ടർമാർ നോക്കണമെന്നുള്ളതാണ്. ഈ നമ്മുടെ ജഡ്ജസ്, ഇപ്പം ഇന്നലെ അവിടെ ഒരു ജസ്റ്റിസ് വന്നു. അവരോട് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, സ്വന്തം ആൾക്കാരുടെ കേസ് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? അവർ സുന്ദരമായിട്ട് ബെഞ്ച് മാറ്റും അത്രേ. അപ്പോൾ ബെഞ്ച് മാറ്റിയിട്ട് വേറൊരു ജഡ്ജിക്ക് കേസ് കൊടുക്കും. കാരണം അവർക്ക് വിധിക്കാൻ കൈവറയ്ക്കുന്നതാണ്. സ്വന്തം ആൾക്കാരെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിറയാണ്. ഇത് നമ്മുടെ വീക്ക്നെസ്സാണ്. സ്വന്തം എന്ന് പറയുന്നത് മാനവരാശിയുടെ വീക്ക്നെസ്സാണ്. ഇതിൻ്റെ പേരാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. ഈ രോഗം തന്നെയാണ് അർജുനനെയും പിടിപെട്ടിരിക്കുന്നത് എന്ന് കൃഷ്ണ ഭഗവാന് പൂർണ്ണമായി ബോധ്യമായി. ഓ, അതാണല്ലേ നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്നാണ്. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു അർജുനോട്, അർജുന, നിൻ്റെ സ്വന്തം ആൾക്കാരെ എങ്ങനെയാണ് കൊല്ലുക എന്ന് നിൻ്റെ ചോദ്യം കേട്ടാൽ തോന്നും നീ ഇപ്പം എല്ലാവരെയും കൊല്ലാൻ പോവുകയാണെന്ന്. നിന്നെ അവർ കൊന്നാലോ എന്ന് ചോദിച്ചു. ചോദ്യം കേട്ടാൽ തോന്നും ഇപ്പം ഞാൻ ഇപ്പോൾ അവരൊക്കെ കൊല്ലാൻ പോവുകയാണ്. നിന്നെ അവർ കൊല്ലുകയാണെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ അർജുനൻ തിരിച്ചു ചോദിച്ചു, ഹേ കൃഷ്ണ, ഞാൻ ചാവുകയാണെങ്കിൽ പിന്നെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമേ ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കുക. അതല്ല, ഞാനാണ് യുദ്ധത്തിൽ ജയിക്കുന്നതെങ്കിലോ എനിക്ക് ജയിച്ച് കിട്ടുന്നതായ ഈ ഭൂമി അനുഭവിക്കുവാൻ എൻ്റെ ബന്ധുമിത്രാദികളും എൻ്റെ പിതാമഹന്മാരും ഉണ്ടാവുകയില്ല. പിന്നെ ഞാൻ എന്തിനാണ് കൃഷ്ണ ഞാൻ യുദ്ധം ചെയ്യുന്നത്? രണ്ട് നിലയിലും ഞാൻ യുദ്ധം ചെയ്യുവാൻ തയ്യാറില്ല എന്നാണ് അർജുനന് പറയാനുള്ളത്. അപ്പോൾ കൃഷ്ണൻ ഉപദേശിക്കുകയാണ്. കൃഷ്ണൻ പെട്ടെന്ന് നോക്കി എവിടെയാണ് പ്രശ്നമെന്ന് നോക്കി. പ്രശ്നം കിടക്കുന്ന മുഴുവൻ അർജുനൻ്റെ മനോഭാവത്തിലാണ്. മനോഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഭാവമാണ്.
മനസ്സിൻ്റെ ഭാവത്തിനനുസരിച്ച് ആര് ചിന്തിക്കുന്നുവോ അതെല്ലാം അബദ്ധമായിരിക്കും. നാം ചിന്തിക്കേണ്ടത് മനസാക്ഷിയുടെ ഭാവത്തിനനുസരിച്ചാണ് പറയാം. ഇപ്പം കൃഷ്ണന് മനസ്സിലായി അർജുനൻ്റെ മനസ്സാണ് പ്രവർത്തിക്കുന്നത്, മനസാക്ഷിയല്ല പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായി. പിന്നെ ഇനി ഭഗവത്ഗീത മുഴുവൻ ഉപദേശിക്കുന്നത് അർജുനനെ കൊണ്ട് മനസ്സിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് മനസാക്ഷിയുടെ പ്രവർത്തനത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഭഗവത്ഗീത മുഴുവൻ ഉപദേശിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ക്ലൈബ്യം ആസ്മാകമാക്കാത്ത നൈതൽ തുയ്യവ പദ്ധതി ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോ തിഷ്ട പരന്തപ. മഹാമോശ അർജുന, നിന്നെപ്പോലെ ഈ സമയത്ത് പമ്പരവിഡ്ഢിയായിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇത് നിന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു ക്ലൈബ്യമാണ്. ഈ ക്ലൈബ്യം ഇനി സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ക്ലൈബ്യത്തെ നീ ഇല്ലാതെയാക്കി മാറ്റണം. എന്നിട്ട് നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ക്ലൈബ്യത്തെ മാറ്റിയിട്ട് തെക്തോ തിഷ്ട പരന്തപ, ഉയർന്നെഴുന്നേൽക്കുക, യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞ കൃഷ്ണഭഗവാൻ അർജുനനെ ഉപദേശിക്കുവാൻ തുടങ്ങിയെന്നാണ്. അപ്പോൾ അർജുനന് അത് സാധിക്കുന്നേയില്ല. കാരണം അർജുനന് വന്നിരിക്കുന്ന ക്ലൈബ്യം എന്നൊരു വാക്ക്, ഇത് നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു വാക്കാണ് ക്ലൈബ്യം എന്ന് പറയുന്നത്. ക്ലൈബ്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ നിഷ്പ്രയാസം ചെയ്യുകയും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പേടിച്ചിരിക്കുകയും ചെയ്യുക. ഇതിൻ്റെ പേരാണ് ക്ലൈബ്യം എന്ന് പറയുന്നത്. നമുക്കൊക്കെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. വലിയ വലിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യും, ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പതറും. ഇതൊരു ക്ലൈബ്യമാണ് എന്നർത്ഥം. എത്ര കാലം നാം വളരെ നിഷ്പ്രയാസം കാർഗിൽ യുദ്ധത്തിൽ നാം ജയിച്ചപ്പോൾ ഒരു വീരപ്പനെ പിടിക്കാൻ എത്ര വർഷങ്ങളെടുത്തു? ഇതൊരു ക്ലൈബ്യമാണ്. വലിയ വലിയ കാര്യങ്ങളൊക്കെ കാർഗിൽ യുദ്ധം വന്നപ്പോൾ പെട്ടെന്ന് എല്ലാവരെയും അടിച്ചമർത്തി നമ്മൾ ജയിച്ചു. അവിടെ നമ്മൾ പാകിസ്ഥാനോട് യുദ്ധം ചെയ്തു, ചൈനയോട് യുദ്ധം ചെയ്തു, ഇതൊക്കെ നമ്മൾ നിഷ്പ്രയാസം ചെയ്തു. പക്ഷേ ഒരു വീരപ്പനെ പിടിക്കാൻ നേരത്ത് വർഷങ്ങളോളം എടുത്തിട്ടാണ് അവസാനവും പിടിക്കാൻ പറ്റിയില്ല, പിന്നെ ശവയെ കിട്ടിയത്. ഇതിൻ്റെ പേരാണ് ക്ലൈബ്യം എന്ന് പറയുന്നത്. ഇത് നമുക്കൊക്കെ സംഭവിക്കുന്നതാണ്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്ന മാതിരി, ഹേ അർജുന, നിനക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്ന ക്ലൈബ്യമാണ്. ഈ ക്ലൈബ്യത്തിൽ നിന്ന് എഴുന്നേൽക്കുക, തെക്തോ തിഷ്ട പരന്തവ, എന്നിട്ട് യുദ്ധം ചെയ്യുക. പക്ഷേ അർജുനന് മനസ്സിലാവുന്നില്ല. അർജുനൻ അപ്പോഴും പറയുന്നത്, എനിക്ക് കൃഷ്ണ യുദ്ധം ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ കൃഷ്ണൻ ഉപദേശിക്കാൻ തുടങ്ങി. സാഖ്യയോഗം മുഴുവൻ കൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചു. വാസാംശ ജീർണാനി യഥാ വിഹായ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് വസ്ത്രം മാറ്റുന്നത് മാതിരി മാറ്റാനുള്ളതാണ് അർജുന. അതുകൊണ്ട് ഇതിൽ നീ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്നത് ശരിയല്ല. ആര് മരിച്ചാലും നീ മരിക്കുന്നില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈന്യം ക്ലേദയന്താവോ ന ശോഷയതി മാരുത അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്രക പരിദേവന. ഹേ അർജുന, നീ ഈ കാണുന്നത് തൽക്കാലമുള്ള കാഴ്ചകൾ മാത്രമാണ്, സത്യം നിനക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് കൃഷ്ണഭഗവാൻ ഇങ്ങനെ ഉപദേശിക്കുവാൻ തുടങ്ങിയെന്നാണ്. ഉപദേശിക്കുമ്പോഴൊക്കെ അർജുനൻ കുറേ കാലം ഇങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ കൃഷ്ണൻ വീണ്ടും പറഞ്ഞു, ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. ധ്യായതേ വിഷയാൻ പുംസ വിഷയാൽ സംഗമസ്തു ഭജായതേ സംഗാൽ സംജായതേ കാമാ കാമാൽ ക്രോധോഭിജായതേ ക്രോധാൽ ഭവതി സമോഹ സമോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. മിണ്ടാതിരിക്കുന്നവർ വളരെ അപകടകാരികളത്രേ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു, അർജുന, നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് അതിലേറെ മോശമാണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും കുട്ടികൾ ഒറ്റയ്ക്ക് മിണ്ടാതിരിക്കണമെങ്കിൽ വളരെ സൂക്ഷിക്കണം എന്നാണ്. ഇതൊക്കെ കൃഷ്ണഭഗവാൻ ഗീതയിലൂടെ നമുക്ക് പറഞ്ഞുതരാം. എന്താ സൂക്ഷിക്കാനുള്ളത്? ധ്യായതേ വിഷയാൻ പുംസ വിഷയാൽ സംഗമസ്തു ഭജായതേ. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിൽ വിഷയങ്ങൾ വരും അത്രേ. മനുഷ്യൻ ഒരിക്കലും ലോൺലിനെസ് തേടിപ്പോകരുത്. വി ഡു നോട്ട് വാണ്ട് ദ ലോൺലിനെസ്, വി നീഡ് ദ സോളിഡ്നെസ് എന്നാണ്. നമുക്ക് ഏകാന്തതയല്ല ആവശ്യം, നമുക്ക് ഏകാഗ്രതയാണ് ആവശ്യം. സമൂഹജീവിയാണ് മനുഷ്യൻ. സമൂഹജീവിയായ മനുഷ്യൻ കാടും മലകളും തെരഞ്ഞു പോകേണ്ടവനല്ല. അവൻ സമൂഹത്തിൽ ജീവിക്കേണ്ടതാണ്. അതിനാണ് ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചത്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഏകാന്തന അല്ല വേണ്ടത്, ബഹളങ്ങൾക്കുടെ ഉള്ളിൽ ഏകാഗ്രമായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്ത് ബഹളം വേണമെങ്കിൽ ഉണ്ടായിക്കൊള്ളട്ടെ, എൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാതെ ഏകാഗ്രമായി നമുക്കിരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നാം ഒറ്റയ്ക്കിരുന്നാൽ അപ്പോൾ നമ്മുടെ മനസ്സിൽ വിഷയങ്ങൾ വരും. വിഷയാൽ സംഗമസ്തുപജായതേ സംഗാൽ സംജായതേ കാമ എന്നാണ്.
വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ആ വിഷയവുമായി താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടി നാം ഓടി നടക്കും. വെറുതെ എങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും ഇന്ന ആളൊന്ന് കണ്ടളയാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊന്ന് പോയി കളയാം, ഇന്ന ആളായിട്ട് ഒന്ന് പരിചയപ്പെട്ട് കളയാം. അങ്ങനെ നമ്മൾ അതിനടുക്കാൻ തോന്നും. അതിനടുത്ത് കഴിഞ്ഞാലോ വിഷയാൽ സംഗമസ്തുപജായത്തെ എന്നാണ്. അടുത്ത് ചെല്ലുമ്പോൾ പിന്നെ അതുമായി കൂട്ടിച്ചേരാൻ തോന്നും. ഇങ്ങനെയാണല്ലോ ദുർനടപടികളും അനാചാര സ്വഭാവങ്ങളും ദുരാചാര സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എങ്ങനെയാണ്? വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിങ്ങനെ ഓരോന്ന് പറയും, എന്നിട്ട് അവിടെ പോകാൻ തോന്നും. അവിടെ പോയി അതുമായി സംഘം ചേരാൻ, സംഘാൽ സംജായതേ കാമ എന്നാണ്. സംഘം ചേരുമ്പോൾ പിന്നെ അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് കാമം. കാമം എന്നാണ് വാക്കിൻ്റെ അർത്ഥം എന്താ? എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം, ഇതാണ് കാമം. കാമാൽ ക്രോധോഭിജായതേ എന്നാണ്. എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് കിട്ടാതെ വന്നാലോ അതിൽ നിന്ന് ക്രോധമുണ്ടാവും. ക്രോധാൽ ഭവതി സമ്മോഹ, സമ്മോഹാൽ സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ, ബുദ്ധിനാശാൽ പ്രണശ്യതി. അങ്ങനെ അത് കിട്ടാതെ വന്നാൽ ക്രോധം വരും, ക്രോധത്തിന് സമോഹം വരും, സമൂഹത്തിന് ബുദ്ധിനാശം വരും, ബുദ്ധി നശിച്ചാൽ എല്ലാം നശിച്ചു. ഇങ്ങനെ മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾ എവിടെയെങ്കിലും ഏകാന്തമായിരിക്കണമെങ്കിൽ രക്ഷിതാക്കന്മാർ വേഗം പിടിച്ചു വലിച്ചു കൊണ്ടുവരണം. ഏകാന്തമായിരിക്കാൻ സമ്മതിക്കരുത്. ഏകാന്തത കൂടിയാൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഏകാഗ്രതയാണ് വേണ്ടത്, ഏകാന്തതയല്ല. അപ്പം ഇതൊക്കെ കൃഷ്ണ ഭഗവാൻ അർജുനോട് ഉപദേശിക്കുക. നീ മിണ്ടാതിരുന്നോടൊന്നും കാര്യമില്ല അർജുന, നീ ഇപ്പോൾ എഴുന്നേൽക്ക്, എന്നിട്ട് യുദ്ധം ചെയ്യ് എന്ന് പറയുമ്പോൾ ഇതൊന്നും അർജുനന് മനസ്സിലാവുന്നില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ സാഖ്യയോഗം മുഴുവൻ ഇങ്ങനെ ഉപദേശിച്ചു. കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭുർ മാതേ കർമ്മസ്തകർമ്മിണി. ഹേ അർജുന, നീ എന്താ ഇങ്ങനെ കർമ്മം ചെയ്യാതിരുന്നിട്ട് എന്താ കാര്യം? നിനക്ക് ഈശ്വരൻ ശരീരം തന്നിരിക്കുന്നത് കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ ശരീരം കൊണ്ട് കർമ്മം ചെയ്യാതെ ഞാനില്ല എന്ന് പറഞ്ഞ് പേടിച്ചു പോകുന്നത് നീ അധർമ്മമാണ് ചെയ്യുന്നത്. ഇത് നിനക്കൊരിക്കലും യോജിച്ചതല്ല. നിനക്ക് ഉള്ള ചീത്തപ്പേരുണ്ടാവുകയാണ് ചെയ്യുക. നിന്നെ ജനങ്ങൾ കാണുന്നത് ഒരു വെള്ള വസ്ത്രമായിട്ടാണ്. ആ വെള്ള വസ്ത്രത്തിൽ ഒരു ചെറിയ കറുപ്പ് കുത്ത് ദൂരത്തു നിന്ന് തന്നെ കാണാൻ തുടങ്ങും. അതുകൊണ്ട് ആ കറുത്ത പാട് നീ ഉണ്ടാക്കല്ലേ അർജുന. അപ്പോൾ വെള്ള വസ്ത്രധാരികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ പകൽമാന്യന്മാരാവാൻ ആഗ്രഹിക്കരുത്. പകൽമാന്യന്മാരായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ കുത്ത് വീണാൽ അത് വളരെ ദൂരത്തുനിന്ന് തന്നെ എല്ലാവരും കാണും. അപ്പോൾ ഈ പ്രഭാഷണം ചെയ്യുന്ന എന്നെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ വലിയ പ്രശ്നമാണതിൽ. കാരണം ഈ പ്രഭാഷണം ചെയ്ത് പോകുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കും, ഇയാൾ ഈ പ്രഭാഷണം ചെയ്യുന്ന മാതിരിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ ഞാൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് എന്നിൽ ഒരു കറുപ്പ് കുത്തു വീഴും. ഞാൻ നിങ്ങളോട് ഇങ്ങനെ വെജിറ്റേറിയൻ ഫുഡിനെ കുറിച്ച് സംസാരിക്കുക, എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ നന്നായിട്ട് പൊരിച്ചതും വറുത്തതൊക്കെ ഇങ്ങനെ തട്ടുന്നതും നിങ്ങൾ കാണുക. അപ്പോൾ എൻ്റെ വെള്ള വസ്ത്രത്തിൽ ഒരു കറുത്ത കുത്തു വീഴുകയാണ്. അതോടുകൂടി പിന്നെ എൻ്റെ എല്ലാം നഷ്ടപ്പെടുകയാണ്. ഈ ഉദാഹരണമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞത്. അർജുന, സമൂഹം നിന്നെ വെള്ള വസ്ത്രമായി കാണുന്നു. നീ ഇപ്പോൾ ഭീരുവായി കഴിഞ്ഞാൽ നിന്നിലൊരു കറുപ്പ കുത്തു വീഴും. അത് വളരെ ദൂരത്തുനിന്ന് തന്നെ എല്ലാവരും കാണാൻ തുടങ്ങും. അത് നിനക്ക് ചീത്തപ്പേരാണ്. അതുകൊണ്ട് നീ എഴുന്നേൽക്കുക, എന്നിട്ട് കർമ്മം ചെയ്യുക. ഈശ്വരൻ മടിയന്മാരായിട്ടിരിക്കുവാനല്ല ദേഹം തന്നത്. ചത്തുപോവുകയാണെങ്കിൽ പോകട്ടെ, അത് സ്വർഗത്തിലേക്കുള്ള വാതിലായിട്ട് നീ കണക്കാക്കുക എന്ന് പറഞ്ഞ് സാഖ്യയോഗം മുഴുവൻ ഉപദേശിച്ചിട്ട് അർജുനന് അപ്പോഴും സംശയം, എങ്കിലും കൃഷ്ണ എന്നെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കി തരുമോ. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? സാഖ്യയോഗത്തിൽ പറഞ്ഞ ഓരോന്നിനെക്കുറിച്ചും സ്പെഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി. കർമ്മയോഗം മുഴുവൻ ഉപദേശിച്ചു. എന്തിനാണ് മനുഷ്യന് ശരീരം തന്നത്? പരോപകാരാർത്ഥമിതം ശരീരം. ഈ ശരീരം കൊണ്ട് മനുഷ്യൻ എപ്പോഴും നല്ല രീതിയിൽ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. കർമ്മയോഗം മുഴുവൻ കഴിഞ്ഞപ്പോൾ ധ്യാനയോഗം ഉപദേശിച്ചു, സന്യാസയോഗം ഉപദേശിച്ചു, ബുദ്ധിയോഗം ഉപദേശിച്ചു. എല്ലാ യോഗങ്ങളും ഉപദേശിച്ച് ഓരോ യോഗം കഴിയുമ്പോഴും അർജുനൻ പറയും, എങ്കിലും കൃഷ്ണ എന്നെ ഈ യുദ്ധത്തിൽ നിന്നൊന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കും. ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു അധ്യാപകൻ ഒരു കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാം കേട്ടിട്ട് അവസാനം പറയാം, സാറേ എനിക്ക് മനസ്സിലായില്ല. പിന്നെ 1 മണിക്കൂർ പറയാം, എന്നിട്ട് അവൻ പറയാം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെയും പറഞ്ഞാൽ പിന്നെയും പറയാം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ എന്താ അധ്യാപകൻ ചെയ്യുക? സാധാരണ അധ്യാപകന്മാരെന്താ ചെയ്യുക അറിയോ? സാധാരണ അധ്യാപകന്മാർ ഒന്നുകിൽ 2 പെടപടയ്ക്കും. ഇന്നത്തെ ക്ലാസ് റൂമാണെങ്കിൽ ഗെറ്റ് ഔട്ട് എന്ന് പറയും. 1 or 2 ചോദ്യമൊക്കെ ചോദിച്ച് പിന്നെയും ചോദ്യം കേൾക്കുന്ന ഒരു പ്രോബ്ലം ബോയ് ആയിട്ട് കരുതിയിട്ട് അവനെ ഗെറ്റ് ഔട്ട് എടുക്കും. കൃഷ്ണൻ എന്താ ചെയ്തതെന്നറിയാമോ? അർജുനനെ ഇങ്ങനെ വിഡ്ഢിത്തം ചോദ്യം ഇങ്ങനെ ചോദിച്ച് മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണൻ പറയും, ഏ കുന്തിപുത്ര,
അപ്പോൾ അർജുനൻ അതിൽ വലിയ വിഡ്ഢിത്തം ചോദിക്കുമ്പോൾ ഹേ വില്ലാളി വീര, പിന്നെയും വിഡ്ഢിത്തം ചോദിക്കുമ്പോൾ തോന്നിക്കും നീയാണ് ഏറ്റവും വലിയ മഹാത്മാവ്, നിന്നെപ്പോലെ പണ്ഡവന്മാരിൽ വേറെ ആരുമില്ല എന്നിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഗുരുക്കന്മാർക്കൊരു പാടാണ്. വിഡ്ഢിത്തം ചോദിക്കും തോറും ഗുരു കൂടുതൽ പുകഴ്ത്തുക. എന്നിട്ട് അർജുനനെ നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, അർജുനനെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അർജുനൻ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നു. പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു ഗുരുവിനെ തല്ലുക എന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കും മനസ്സിലായില്ല, ഗുരുവിനെ തല്ലുകയോ അതെന്താ ഏർപ്പാടാണ്. അപ്പോൾ എന്താ മാഷ് ഇങ്ങനെ പറയുന്നത്? ഗുരുവിനെ തല്ലേണ്ടത് വടികൊണ്ടല്ല, ചോദ്യശരങ്ങളെ കൊണ്ട് ഗുരുവിനെ അടിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞു കുഞ്ഞുണ്ണി മാഷ്. ഇതാ അർജുനൻ ചെയ്ത്, അർജുനൻ ഗുരുവിനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ വേണം ഗുരുക്കന്മാർ, ആ അടി വാങ്ങിക്കാൻ തയ്യാറാവണം. ചോദ്യശരങ്ങൾ ഇങ്ങനെ ഗുരുവിൻ്റെ നേരെ വിടണം, ഗുരു അതിന് സംശയം തീർക്കണം. പറയുമ്പോൾ മുഴുവൻ പറയാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുണ്ണി മാഷ് രണ്ടാമത് പറഞ്ഞു അച്ഛനെ കൊല്ലുക എന്ന് പറഞ്ഞു. ആദ്യത്തെ പിന്നെയും നമുക്ക് സഹിക്കാം, ഗുരുവിനെ തല്ലുക എന്നുള്ളത്. രണ്ടാമത് കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞു അച്ഛനെ കൊല്ലുക എന്ന്. എല്ലാവരും തീരുമാനിച്ചു ഇനി ഇങ്ങേരെ വർത്തമാനം കേൾക്കാൻ പോയിട്ട് കാര്യമില്ല എന്ന്. അപ്പോൾ എന്താ മാഷ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അച്ഛനെ ശുശ്രൂഷിച്ച് അവസാനത്തെ വെള്ളം തൻ്റെ കൈകൊണ്ട് കൊടുത്തിട്ട് വേണമത്രേ അച്ഛൻ മരിക്കാൻ. അതിനാണത്രേ അച്ഛനെ കൊല്ലുക എന്ന് പറയുന്നത്. മൂന്നാമത് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു അമ്മയ്ക്ക് കൊടുത്തേക്കല്ലേ, അമ്മയ്ക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും പ്രശ്നമായി, അമ്മയ്ക്ക് കൊടുക്കാൻ പാടില്ലേ? അമ്മ എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്തെടുക്കേണ്ടവരല്ല, നിങ്ങൾ തന്നെ അമ്മയുടേതായതുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ അമ്മയ്ക്ക് എടുക്കാവുന്നതാണ്, നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അമ്മയ്ക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം അമ്മയ്ക്ക് എടുക്കാവുന്നതേ ഉള്ളൂ, നിങ്ങളാരും കൊടുക്കേണ്ട ആവശ്യം, നിങ്ങൾ തന്നെ അമ്മയുടെയാണ്, അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കണ്ട. അവസാനം കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞു ഭാര്യയ്ക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക എന്ന്. ഇത് അമ്മായിമാന്മാർക്ക് തീരെ ഇഷ്ടാവില്ല, ഭാര്യയ്ക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ മാസ്റ്ററോട് ചോദിച്ചു അന്തമാഷ അങ്ങനെ പറയണത്? ഭാര്യ എന്ന് പറയുന്നത് ഏതോ വീട്ടിൽ നിന്നൊരു സ്ത്രീനെ പിടിച്ച് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു സുപ്രഭാതങ്ങൾക്ക് നമ്മുടെ കൂടെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുമ്പോൾ പുരുഷൻ്റെ കടമയാണത്രേ അവൾക്ക് എന്താണ് വേണ്ടത് എന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കേണ്ടത് പുരുഷൻ്റെ കടമയാണെന്ന് ഹൈന്ദവ ശാസ്ത്രം പറയുന്നു. അതുകൊണ്ടാണത്രേ ഭാര്യയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. എന്തു തന്നെയായാലും കൃഷ്ണഭഗവാൻ യഥാർത്ഥ ഗുരുവായിരുന്നു, അർജുനൻ യഥാർത്ഥ ശിഷ്യനായിരുന്നു. അതുകൊണ്ട് ചോദ്യശരങ്ങളെ കൊണ്ട് അർജുനനെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി, അർജുനൻ കൃഷ്ണനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. ഒപ്പം കൃഷ്ണഭഗവാൻ മറുപടിയും പറഞ്ഞു. എന്നിട്ട് ഗുപ്ത സന്യാസ യോഗങ്ങൾ കഴിഞ്ഞു. എല്ലാ യോഗങ്ങൾ കഴിയുമ്പോഴും വീണ്ടും അർജുനന് സംശയം ഉണ്ടായപ്പോൾ കൃഷ്ണൻ അങ്ങനെ ചിന്തിച്ചു, എന്താ ഇപ്പം അർജുനൻ്റെ സംശയം തീരാത്തത്? അപ്പോൾ കൃഷ്ണന് മനസ്സിലായ സംശയം തീരാതിരിക്കാൻ കാരണം ഇന്നലെ നാം പറഞ്ഞ മാതിരിയാണ്. അർജുനൻ ചിന്തിക്കുന്നത് ആരാണ് പറയണത് എന്നാണ്, എന്താ പറയണതെന്നല്ല. ഇതിന് വലിയൊരു തമാശയും കൃഷ്ണൻ പറഞ്ഞു. ഹേ അർജുന, ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞ ഈ ഗുപ്തമായ ഗോപ്യമാകുന്ന തത്വങ്ങൾ ഇതിനു മുമ്പ് ഞാൻ സൂര്യന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ ദുഃഖത്തിനിടയിൽ കൂടെ അർജുനൻ അറിയാതെ ചിരിച്ചു പോയത്രേ. കൃഷ്ണ, ഇതിലും വലിയ വിഡിത്തം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, ഇങ്ങനൊരു വിഡിത്തം കേട്ടിട്ടില്ല. അങ്ങ് എങ്ങനെയാണ് സൂര്യൻ ഉപദേശിക്കുക? ഞാനും അങ്ങയും തമ്മിൽ 4 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്നേക്കാൾ 4 വയസ്സ് കൂടുതലുള്ള ഒരാൾക്ക് അങ്ങ് വേണമെങ്കിൽ ഇത് ഉപദേശിക്കാം. സൂര്യൻ ഉപദേശിക്കുമ്പോൾ പറഞ്ഞാൽ കൃഷ്ണ എന്നെ എങ്ങനെ പൊട്ടനാക്കണ്ട, അങ്ങക്ക് സൂര്യനായിട്ടൊന്നും ഉപദേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ അപ്പോൾ മനസ്സിലായി ഇവന് ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അർജുൻ്റെ വിചാരം എന്താ പറയുക? ആഫ്റ്റർ ഓൾ കൃഷ്ണൻ ഈസ് മൈ ബ്രദർ ഇൻ ലോ. അർജുൻ്റെ വിചാരം എൻ്റെ അളിയനാണ്. ഓർ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, സഖാ എന്നാണ് വിളിക്കുന്നത്, സഖാവേ എന്ന് വിളിക്കുന്നത്. അപ്പം അർജുനൻ വിചാരിച്ച എൻ്റെ സഖാവാണ് അല്ലെങ്കിൽ എൻ്റെ അളിയനാണ്. ഈ അളിയനും സഖാവും തമ്മിലുള്ളതായ ബന്ധം ദൃഢമായ ബന്ധമാണ്, അങ്ങേറ്റത്തെ സ്നേഹവുമുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും സംശയം വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാലും അളിയനല്ലേ പറയുന്നത്, എന്താ ഇപ്പോൾ ഉറപ്പത് സത്യമാണോ എന്ന്? ചങ്ങാതിയല്ലേ പറയുന്നത്, തെറ്റ് പറ്റാമല്ലോ എന്നൊരു സംശയം അർജുനൻ്റെ മനസ്സിലുണ്ടായി എന്ന് കൃഷ്ണഭഗവാന് മനസ്സിലായി. അപ്പോൾ കൃഷ്ണഭഗവാൻ മനസ്സിലാക്കി ഇവൻ ഈ സംശയം ഇനി തീരണമെങ്കിൽ ഞാൻ ആരാണെന്ന് ഇവന് ബോധ്യപ്പെടുത്തിയിട്ടേ പറ്റുള്ളൂ. എന്നിട്ട് പറഞ്ഞു, അർജുന, നീ വിചാരിക്കും ഇപ്പം നീയും ഞാനും ഒരുമിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നിന്നെക്കാട്ടിലും 4 വയസ്സ് മാത്രം കൂടുതലാണ്. അന്ന് യുദ്ധം ചെയ്യുന്ന കാലത്ത് കൃഷ്ണഭഗവാന്റെ വയസ്സ് 84 അർജുനൻ്റെ വയസ്സ് 80 അന്നത്തെ ചെറുപ്പമാണിതാണ്.
ഇപ്പം 84-ാമത്തെ വയസ്സിലാണ് മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണൻ പങ്കെടുക്കുന്നത്. 80-ാമത്തെ വയസ്സിലാണ് അർജുനൻ പങ്കെടുക്കുന്നത്. 4 വയസ്സിൻ്റെ വ്യത്യാസമുള്ളത്. അപ്പോൾ കൃഷ്ണഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, ഇതിനു മുമ്പ് ഞാനും നീയും 1000 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ അവയെ മുഴുവൻ അറിയുന്നു, നീ അവയെ ഒന്നും അറിയുന്നേയില്ല. ഇതും ഒരു പുതിയ അറിവാണ് നമുക്കൊക്കെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂർണ്ണാവതാരമായിട്ട് പറയുന്നു, ഞാൻ ഇതിനു മുമ്പ് 1000 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന്. അപ്പം നമുക്കൊരു സംശയം വരുന്നു, ഈശ്വരൻ ഇങ്ങനെ ജന്മങ്ങൾ ഉണ്ടാകുമോ എന്ന്. അങ്ങനെ ജന്മങ്ങൾ ഉണ്ടാകുമത്രേ. ഇത് ഈശ്വരൻ തന്നെയാണ് പറയുന്നത്. നിങ്ങളും ഞാനുമാണത്രേ നാളത്തെ അവതാരം എന്ന് പറയുന്നത്. കോടാനുകോടി ജന്മങ്ങളിലൂടെയാണത്രേ ഈശ്വര സ്വരൂപനായി മോക്ഷസ്വരൂപനായിട്ട് പിന്നീട് അവതരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളും ഞാനും അറിഞ്ഞുകൊണ്ട് ജനിച്ചവരല്ല, നമ്മൾ ജനിച്ചു പോയവരാ. നമ്മളിവിടെ ജനിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് ഇന്ന രീതിയിൽ വരണമെന്ന് വിചാരിച്ച് വന്നവരല്ല. എന്നാൽ കോടിക്കണക്കിന് ജന്മങ്ങളിലൂടെ നാം ഈശ്വരനിൽ എത്തിക്കഴിഞ്ഞ് നമുക്ക് മോക്ഷപ്രാപ്തി ആയിക്കഴിഞ്ഞാൽ പിന്നെ നാം ഇംഗിതത്തിനനുസരിച്ച് ജനിക്കാൻ പറ്റുമത്രേ. നമ്മുടെ അച്ഛനെയും അമ്മയെയും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ കൃഷ്ണഭഗവാൻ ദേവകിയെയും വസുദേവരെയും സ്വന്തം മാതാവും പിതാവുമായിട്ട് തിരഞ്ഞെടുത്തു എന്നാണ്. അങ്ങനെ വരുമ്പോഴാണത്രേ അവതാരമായി മാറുന്നത്. അങ്ങനെ എനിക്കും നിങ്ങൾക്കും നാളെ അവതാരമാവാമെന്നാണ്. ജന്മജന്മാന്തരങ്ങളിലൂടെ മാൻ ക്യാൻ ബിക്കം ഗോഡ് എന്നുള്ളതാണ് ഭാരത സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ചിന്താഗതി. മാനവന് മാധവനാകാം, നരന് നാരായണനാകാം, കിങ്കരന് ശങ്കരനാകാം, മനുഷ്യന് ദൈവമാകാം. ഇതാണ് നമ്മുടെ ചിന്താഗതി. ഈ ചിന്താഗതിയിൽ കൂടെ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു, ഞാനും നീയും ഇതിനു മുമ്പ് 1000 ജന്മങ്ങൾ എടുത്താണ് ഞാനിപ്പോൾ അവതാരമായിരിക്കുന്നത്, നീ ഇപ്പോൾ ഒരു ക്ഷത്രിയനുമായി വന്നിരിക്കുന്നത് എന്നാണ്. എന്നിട്ട് ആചാര്യന്മാർ പറയുന്നു, ABCD പഠിച്ച് അവസാനം ഒരാൾ കലക്ടറാവും. ABCD പഠിക്കാതെ കലക്ടറാവാൻ പറ്റില്ല. അതുമാതിരി സാധാരണ ജന്മങ്ങളിലൂടെ വന്ന മാത്രമാണത്രേ അവതാരമായി മാറുന്നത്. കലക്ടർ ആയതിനു ശേഷം പിന്നെ ABCD നിരോധിക്കൊന്നുമില്ല. ഇനി ABCD ഈ ലോകത്തിൽ വേണ്ടാന്ന് പറഞ്ഞ് നിരോധിക്കൊന്നുമില്ല. അപ്പോൾ കലക്ടർ കൂടുതൽ ABCD പഠിക്കാൻ വേണ്ടി എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ അവതാരമായി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ തിരിച്ചു വന്ന എല്ലാറ്റിനെയും പ്രോത്സാഹിപ്പിച്ച സത്യധർമ്മങ്ങളെ ഉയർത്തുവാൻ വേണ്ടി ഭഗവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നൊരു തത്വം ഭഗവത്ഗീതയിലൂടെ അർജുനന് പറഞ്ഞു കൊടുത്തു എന്നാണ്. എന്നിട്ടും അർജുനന് മനസ്സിലാവുന്നില്ല. അവസാനം കൃഷ്ണൻ തീരുമാനിച്ചു, എന്നാൽ എൻ്റെ വിഭൂതികളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തളയാം. ഹേ അർജുന, ഞാൻ ആരാണെന്ന് നിൻ്റെ വിചാരം? എൻ്റെ അളിയനാണ്. ഞാൻ വെറും അളിയനാണെന്ന് വിചാരം അല്ല, അങ്ങ് എൻ്റെ ചങ്ങാതിയുമാണ്. ചങ്ങാതിയാണെന്ന് മാത്രമെന്ന് വിചാരം. നീ എന്നെപ്പറ്റി എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അണോ രണീയാൻ മഹതോ മഹീയാൻ, അണുവിൻ്റെ അണുവിലും ഞാനുണ്ട്, മഹത്തിൻ്റെ മഹത്തിലും ഞാനുണ്ട്. നല്ലതിൽ വെച്ച് നല്ലത് ഞാനാണ്, ചീത്തയിൽ വെച്ച് ചീത്തത് ഞാനാണ്. പഞ്ചപാണ്ഡവന്മാരിൽ അർജുനൻ ഞാനാണെങ്കിൽ 100 ദുര്യോധനൻ ഞാനാണ്. ഭക്തന്മാരിൽ ഉദ്ധവൻ ഞാനാണെങ്കിൽ ഭക്തിയില്ലാത്ത ചാർവാകന്മാരിൽ കപിലൻ ഞാനാണ്. എല്ലാം ഞാൻ തന്നെയാണ്. എൻ്റെതല്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഓൾ ദ നെയിംസ് ആൻഡ് ഓൾ ദ ഫോംസ് ആർ മൈൻ ആൻഡ് മൈൻ അലോൺ. എല്ലാം എൻ്റെത് മാത്രമാണ്. ഇങ്ങനെ തൻ്റെ വിഭൂതികൾ മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എന്നിട്ടും അർജുനൻ അവസാനം ചോദിക്കുന്നു, എങ്കിലും കൃഷ്ണ, എന്നെ ആ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ? അപ്പോൾ കൃഷ്ണന് മനസ്സിലായി, കുറേ നേരമായി ഇവ ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ട് ഇനി നിവൃത്തിയില്ല, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുത്തലാന്ന് പറഞ്ഞാൽ ഒറ്റ വിശ്വരൂപമാണ് കാണിച്ചു കൊടുക്കുകയാണ്. കുറേ നേരമായി നീ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം മറുചോദ്യം ഇല്ലാതെ അങ്ങോട്ട് അനുസരിച്ചാൽ പോലെ നിനക്ക്. ജസ്റ്റ് ഫോളോ മീ, ഒബേ മീ. അതല്ലേ വിശ്വാസമുള്ള ആളോട് ചെയ്യുക. അപ്പോൾ വിശ്വാസത്തിൻ്റെ കുറവ് നിനക്കുണ്ടായത് ഞാൻ ആരാണെന്ന് നീ മനസ്സിലായിട്ടില്ല. ഞാൻ ആരാണെന്ന് എന്നെ മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങ് പരിപൂർണമായിട്ടും അങ്ങ് തൻ്റെ വിശ്വരൂപ ദർശനം അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് അർജുനൻ, ഇതെൻ്റെ സഖാവല്ല, ഇതെൻ്റെ അളിയനല്ല, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ വായയിലെ ഒരു കോണിലേക്ക് ഈ പ്രപഞ്ചം മുഴുവൻ നെല്ലിക്കമാതിരി ഇതാ കിടക്കുന്നു. 2 പല്ലുകളുടെ ഇടയിൽ ഇതാ 18 അക്ഷയണി പടകളും കിടന്ന് പിടയുന്നു. ഇനി കാണാൻ വയ്യാത്തത്ര
അനന്തമജ്ഞാതം അവർണ്ണനീയമായിട്ട് എനിക്ക് ആദിയും കാണാനില്ല, അന്തവും കാണാനില്ല. ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഞാൻ ഓർക്കുന്നു, ഹേ കൃഷ്ണ, അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്രക പരിദേവത. മദ്യം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, അങ്ങയുടെ ആദി ഞാൻ കാണുന്നില്ല, അങ്ങയുടെ അന്തവും ഞാൻ കാണുന്നില്ല. ഇങ്ങനെയുള്ള വിശ്വരൂപം എൻ്റെ മുമ്പിൽ അധികം നേരമായി നിൽക്കരുതേ കൃഷ്ണ. എനിക്ക് അങ്ങയുടെ മുമ്പിൽ ഈ രൂപം കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. പണ്ടത്തതുപോലെ മഞ്ഞപ്പട്ടട ധരിച്ച് അങ്ങ് ചാട്ടവാറുമെടുത്ത് എൻ്റെ ഒരു സാരഥി ആയിക്കൊണ്ട് എൻ്റെ മുമ്പിൽ വീണ്ടും പഴയ രൂപം എടുക്കണമേ കൃഷ്ണ, കൃഷ്ണ, കൃഷ്ണ എന്ന് പറഞ്ഞ അർജുനൻ കരയാൻ തുടങ്ങിയെന്നാണ്. അങ്ങനെ കൃഷ്ണനാണ് കാണിച്ചു കൊടുത്തു ഞാൻ ആരാണ് എന്ന്. ഇത് കാണിച്ചു കൊടുക്കുന്നത് വരെ അർജുനൻ കൃഷ്ണൻ്റെ ഭക്തനല്ലായിരുന്നു, ഒരു ഫ്രണ്ടായിരുന്നു, അളിയനായിരുന്നു. വിശ്വരൂപ ദർശനം അങ്ങ് കാണിച്ചു കൊടുത്തപ്പോൾ അർജുനൻ്റെ സകല സംശയങ്ങളങ്ങ് തീർന്ന് അർജുനൻ കാക്കൽ നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, ഹേ കൃഷ്ണ, ഇനി എനിക്ക് സംശയമില്ല. ഇനി എനിക്കറിയേണ്ടത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറയുക എന്നാണ്. എന്നിട്ട് 11-ാം അധ്യായത്തിൽ വിശ്വരൂപ ദർശനം മുഴുവൻ കാണിച്ചു കൊടുത്ത് കൃഷ്ണനെ അർജുനൻ അഡ്മിറ്റ് ചെയ്തപ്പോൾ 12-ാമത്തെ അധ്യായത്തിൻ്റെ പേര് ഭക്തിയോഗം എന്നായി മാറി. നോക്കൂ, ഭഗവത്ഗീത 11 അധ്യായത്തിനും ഭക്തി എന്ന് പേര് കൊടുത്തില്ല. ഭക്തിയോഗം എന്ന് പേര് കൊടുക്കുവാൻ 12-ാം അധ്യായം വരെ ഭഗവത്ഗീത കാത്തുനിന്നു. കാരണം എന്താ? അർജുനൻ ഭക്തനായിരുന്നില്ല. 100 സംശയങ്ങളുള്ള കൃഷ്ണനെ സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്നെ ഭക്തനാവാൻ സാധിക്കുകയില്ല. എപ്പോഴാണോ സംശയങ്ങൾ തീരുന്നത് അപ്പോൾ മാത്രമേ ഭക്തനാവാൻ കഴിയുകയുള്ളൂ. സംശയാത്മാ വിനശ്യതി എന്നാണ്. ഇത് നമുക്കെല്ലാവർക്കുമുള്ളൊരു പാഠമാണ്. നമുക്ക് ഗുരു ഉണ്ടെങ്കിൽ, നമുക്ക് ഈശ്വരനുണ്ടെങ്കിൽ, ആ ഈശ്വരൻ നാം പരിപൂർണമായും വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നാം ഭക്തരായി മാറുന്നത്. എവിടെ സംശയമുണ്ടോ അവിടെ നമുക്ക് ഭക്തി എന്ന് പേര് പറയുകയില്ല. അതുകൊണ്ട് ഭക്തി ഉണ്ടാകണമെങ്കിൽ സംശയം തീരണമെന്നുള്ളതാണ്. നമുക്കാർക്കും സംശയം തീരുന്നില്ല. നാം ഇപ്പോഴും സംശയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സംശയം കൂടുതലുള്ളത് കൊണ്ടാണല്ലോ നാം ഒരാൾക്ക് മകൾക്ക് വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ നാം ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും, ഗുരുവായൂരപ്പ എൻ്റെ മകളുടെ വിവാഹം കഴിയണമേ. 2-3 മാസം കഴിഞ്ഞു, മകളുടെ വിവാഹം നടക്കുന്നില്ല. അങ്ങനെ നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഇതേ ഈ വിവാഹം കഴിയണമെങ്കിൽ ഗുരുവായൂർ പറ്റില്ല, അതിന് തിരുമാന്താംകുന്ന് പോയിട്ട് ഈ മംഗല്യമുട്ടുണ്ട്, വിവാഹമുട്ട്, മംഗല്യ പൂജയൊക്കെ കഴിച്ചാൽ 3-ാമത്തെ പൂജ കഴിയുമ്പോഴേക്കും വിവാഹം നടക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഗുരുവായൂരപ്പനുള്ള വിശ്വാസം അവിടെ ഇട്ടു. എന്നിട്ട് ഓടി തിരുമാന്താംകുന്നിലേക്ക്. അങ്ങാടിപ്പുറത്ത് പോയി തിരുമാന്താംകുന്ന് പോയി മംഗല്യ പൂജ 3 നടത്തിയിട്ടും തൻ്റെ മകളുടെ വിവാഹം കഴിയുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു, അത് നിങ്ങൾ ചോറ്റാനിക്കര ഭഗവതിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാനായിട്ടാണ്, അവിടെ ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. ഓടി ചോറ്റാനിക്കരയ്ക്ക്. അവിടെ ചെന്ന് അവിടുത്തെ വഴിപാടുകൾ മുഴുവൻ കഴിച്ചു. എന്നിട്ടും മകളുടെ വിവാഹം കഴിയുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഇത് കേരളത്തിലല്ലെങ്കിലും ഇപ്പോൾ ശക്തി കുറവാണ്, അങ്ങ് കർണാടകയിൽ ഉടുപ്പിയിൽ അവിടെ ചെന്ന് മൂകാംബികാ ദേവി അപ്പുറം ചെന്നാൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ എന്തായാലും വിവാഹം നടക്കുമെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും മകളെയും കൊണ്ടുപോയി അവിടെ പോയി 3 മാസം ഭജനയിരുന്ന് മൂകാംബികാ ദേവിയെ പ്രാർത്ഥിച്ചിട്ട് മകളുടെ വിവാഹം നടക്കുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്നായപ്പോൾ പറഞ്ഞു, അതിനൊരു കാര്യം ചെയ്യും. അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ 41 ദിവസം വെറുതെ ശബരിമലയ്ക്ക് പോയി നോക്കൂ, എത്ര ആൾക്കാർക്കായി ഇങ്ങനെ ശബരിമലയ്ക്ക് പോയിട്ട് വിവാഹം നടന്നറിയാമോ. ഇതുവരെയുള്ള സകല ദേവതകളെയും വിട്ട് ശബരിമലയ്ക്ക് ഓടി. സ്വാമി ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് അവിടെയൊക്കെ പോയി തിരിച്ചു വന്നിട്ടും മകളുടെ വിവാഹം നടക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പലരും പറഞ്ഞു, അല്ലെങ്കിൽ ഈ മരിച്ച ദൈവങ്ങൾക്ക് ശക്തി കുറവാണ്, ജീവനുള്ള ദൈവമുണ്ട് പുട്ടപ്പർത്തിയിൽ, അവിടെ നിന്ന് പോയി നോക്കൂ, സായിബാബ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മരിച്ച ദൈവങ്ങളോട് ആർക്കും അത്ര വിശ്വാസം പോരാ. ജീവനുള്ള ദൈവത്തെയും തേടി പുട്ടപ്പർത്തി പോയി. ഭഗവാൻ സത്യസായിബാബയെ കണ്ടു. അടുത്തെത്താൻ തന്നെ പ്രയാസം. വിഷമിച്ച് രാവിലെ 2 മണികൾക്ക് തന്നെ ക്യൂ നിന്ന് എങ്ങനെയെങ്കിലും ഭഗവാന്റെ അടുത്തെത്തി ഒരു എഴുത്ത് കൊടുക്കാൻ പറ്റുക, ഇതിലപ്പുറമൊന്നും പറ്റില്ല. സമാധാനമായി. 2-3 മാസം കഴിഞ്ഞു, മകളുടെ വിവാഹം നടക്കുന്നില്ല. അപ്പോൾ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് പലരോടും ചോദിച്ചു, എന്താ ഇപ്പോൾ ഭഗവാൻ സത്യസായിബാബയ്ക്ക് ശക്തി ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ എഴുത്ത് കൊടുത്തുവല്ലോ, എന്നിട്ടും ഭഗവാന്റെ അടുത്ത് നിന്ന് എന്താ ഒരു റിപ്ലൈയും കിട്ടാത്ത, എന്താ എൻ്റെ മകളുടെ വിവാഹം കഴിയാത്തത്? അപ്പോൾ ആരോ പറഞ്ഞു, അതേ നിങ്ങൾ മലയാളിയല്ലേ, സത്യസായിബാബ തെലുങ്കന, പുള്ളിക്ക് മലയാളം അറിയില്ല, മലയാളം ദൈവമുണ്ട് വള്ളിക്കാവിൽ, അങ്ങോട്ട് പോയിക്കോളൂ എന്നാണ്. അങ്ങനെ തെലുങ്കൻ ഭഗവാനെ വിട്ടിട്ട് മലയാളം അറിയുന്ന ഭഗവതിയും തേടി വള്ളിക്കാവ് പോയി.
അമ്മേ എന്ന് പറഞ്ഞ് അമ്മയോട് തൻ്റെ സങ്കടം മുഴുവൻ പറഞ്ഞു. അമ്മ കൂട്ടിപ്പിടിച്ച് പൊന്നുമോനെ പൊന്നുമോളെ എല്ലാം ശരിയാവും, എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 3 മാസം കഴിഞ്ഞ് തൻ്റെ മകളുടെ വിവാഹം നടക്കുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോഴാണ് ഇടമറുകും ബംഗാളിലും കലാനാഥനൊക്കെ പാടെ ഒരു 100 രൂപ റെസിറ്റ് എഴുതൂ, യുക്തിവാദി മാസിക അയച്ചു തരാം, യുക്തിവാദി സംഘടന ചേരാൻ പറഞ്ഞു. ഇതിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ട് യുക്തിവാദി സംഘടന ചേർന്നാൽ അതിൽ വിശ്വാസമുണ്ടോ? അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോഴും ദൈവമുണ്ട് ദൈവമുണ്ട് എന്നൊരു തോന്നൽ. ഇങ്ങനെ മനുഷ്യന് ഒന്നിലും വിശ്വാസമില്ല. ഇവിടെ ആചാര്യന്മാർ പറയുന്നത് ഒന്നുകിൽ നിരീശ്വരവാദിയായി മാറുക, നമ്മളെപ്പോലെ ആണും പെണ്ണും കെട്ടവരായിക്കൊണ്ട് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്, വിശ്വാസമില്ലേ എന്ന് ചോദിച്ചാൽ വിശ്വാസമില്ല. ഇങ്ങനെ നടക്കുന്നേക്കാൾ നല്ലത് നിരീശ്വരവാദിയാവുകയാണ്. നമ്മൾ ഗുരുവായൂർ പോയിട്ട് രാവിലെ പ്രാർത്ഥിക്കുന്നു, കൃഷ്ണ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. ഉച്ചയാകുമ്പോൾ വീണ്ടും എന്തിനാ പോയി രക്ഷിക്കണേ എന്ന് പറയുന്നത്? നമുക്ക് തന്നെ ഒരു സംശയം, രാവിലെ പറഞ്ഞത് പുള്ളിക്കാരൻ മറന്നുണ്ടാവുമോ എന്ന്. വൈകുന്നേരം വീണ്ടും പോയിട്ട് രക്ഷിക്കണേ രക്ഷിക്കണേ, അടുത്ത മാസം 1-ാം തീയതി വീണ്ടും പോയിട്ട് രക്ഷിക്കണേ രക്ഷിക്കണേ. നമ്മുടെ വിചാരം ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് വല്ല MLA യോ മന്ത്രിയോ ഒക്കെ പുറകെ നടന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിയാലേ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഈ കോടാനുകോടീൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കാര്യമൊക്കെ മറന്നുണ്ടാവും എന്ന് വിചാരിച്ച് നമുക്ക് വിശ്വാസമില്ല. നമ്മൾ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇതന്നെ പ്രാർത്ഥിക്കുക. അപ്പം രക്ഷിക്കുന്നില്ല എന്ന് നമുക്കൊരു തോന്നലുണ്ട് എന്നാണ്. ഈ തോന്നലിൽ നിന്നാണ് ഇത് മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ നമുക്ക് ആവശ്യം, ഭഗവത്ഗീതയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യം പൂർണ്ണമായൊരു വിശ്വാസത്തിൻ്റെ ഉടമയാകുവാൻ നമുക്ക് സാധിക്കണം. ഇതാണ് അർജുനന് പറ്റിയ അമളി. അർജുനന് വിശ്വാസം വരാതിരുന്നപ്പോഴാണ് ഭഗവാൻ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തത്. അപ്പോൾ അതുവരെ അർജുനന് വിശ്വാസമായിരുന്നില്ല. നമുക്കൊക്കെ ഇനി വിശ്വരൂപ ദർശനം കാണിച്ചു തന്നാൽ തന്നെ നമുക്ക് വിശ്വാസമാകുമെന്നുള്ള സംശയമാണ്. നമ്മുടെ ഇടയിൽ ഭഗവാൻ 4 കൈയും 4 കാലുകളായിട്ടിട്ട് ഇവിടെ അവതരിച്ചാൽ നമ്മളെങ്ങനെയും ബലം പ്രയോഗിച്ച് നേരെ കണ്ണാടിക്കൂട്ടിലാക്കിയിട്ട് ഇതാ 4 കാലുള്ള കുട്ടി പടം പിരിപ്പിക്കാൻ നടക്കും നമ്മൾ. എന്നിട്ട് അതൊരു പടം പിരിവാക്കി മാറ്റും. അപ്പോഴും നമുക്ക് ഈശ്വരനിൽ വിശ്വസിക്കുകയല്ല ചെയ്യുക. നമ്മൾ അതെങ്ങനെ വിറ്റ് പണമാക്കി മാക്കാൻ കഴിയും എന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. വിശ്വാസമില്ല. അതുകൊണ്ട് ആദ്യം ഉണ്ടാകേണ്ടത് വിശ്വാസമാണ്. ഈ വിശ്വാസമില്ലെങ്കിൽ എന്നും നശിക്കും. സംശയാത്മാ വിനശ്യതി എന്ന്. ഇത് വിശ്വാസത്തെ പറ്റി ഇനി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ആൾജീബ്രയിൽ ഒരു തത്വമുണ്ട്. ആൾജീബ്രയിൽ നമ്മൾ 8ാം ക്ലാസ് പഠിക്കുന്നതാണല്ലോ. അതെന്താ പഠിക്കുന്നത് വെച്ചാൽ പ്ലസ് ഇൻറ്റു പ്ലസ് ഈസിക്കൽ ടു പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് ഈസിക്കൽ ടു മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് ഈസിക്കൽ ടു പ്ലസ്. ഇതാണ് ഇപ്പോൾ ആൾജീബ്രയിൽ നമ്മൾ പഠിക്കുന്നത്. പ്ലസ് ഇൻറ്റു പ്ലസ് എന്നെന്താണ് അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. പ്ലസ് പ്ലസ് എന്ന വിശ്വാസമാണ്. എന്നെ ഭഗവാൻ രക്ഷിക്കും 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 ഇൻറ്റു രക്ഷിക്കും ഈസിക്കൽ ടു രക്ഷിക്കും എന്നാണ്. ഉറച്ച വിശ്വാസം വേണം. എന്നെ ഭഗവാൻ രക്ഷിക്കുമെന്ന് ഉറപ്പാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. രക്ഷിക്കും 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 ഇൻറ്റു രക്ഷിക്കും ഈസിക്കൽ ടു രക്ഷിക്കും. പ്ലസ് ഇൻറ്റു മൈനസ് ഈസിക്കൽ ടു മൈനസ്. കൃഷ്ണൻ രക്ഷിക്കുമോ ഇൻറ്റു രക്ഷിക്കില്ലയോ, രക്ഷിക്കുമോ രക്ഷിക്കില്ലയോ ഈസിക്കൽ ടു രക്ഷിക്കില്ല. യാതൊരു സംശയവും വേണ്ട. ഇതിന് രക്ഷിക്കുമോ രക്ഷിക്കില്ലയോ, രക്ഷിക്കുമോ രക്ഷിക്കില്ലയോ എന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ പോണില്ല. അവിടെ സംശയമായി. ഇതിലും നല്ലത് നിരീശ്വരവാദിയാവൂ. മൈനസ് ഇൻറ്റു മൈനസ് ഈസിക്കൽ ടു പ്ലസ്. ഞാൻ തന്നെയാണ് ഈശ്വരൻ, എന്നിനും വലിയ ഈശ്വരന് വേറെയില്ല, ഈ കാണുന്നതൊക്കെ വെറുതെയാണ്, എന്ത് ദൈവം എന്ന് വിചാരിച്ച് പരിപൂർണമായിട്ടും ഈശ്വരനിൽ തന്നെ വിശ്വാസം ഇല്ലാതാക്കി തന്നുള്ള ശക്തിയെ വിശ്വസിക്കൂ. അതാണ് ചാർവാകന്മാർ ചെയ്തിരുന്നത്. കപില മഹർഷിയായിരുന്നു അത്രേ സിദ്ധന്മാരിൽ വെച്ച് ഏറ്റവും വലിയ സിദ്ധൻ. ഈശ്വര വിശ്വാസം ഇല്ലാഞ്ഞിട്ട് പോലും കപിലന്റെ സിദ്ധിയെ മറികടക്കുവാൻ ഒരു മഹർഷിക്കും പറ്റിയില്ലത്രേ. ആ സിദ്ധി എങ്ങനെ നേടിയെടുത്തു? തൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് കൊണ്ട്. താൻ തന്നെയാണ് ഏറ്റവും വലിയ എന്നുള്ള വിശ്വാസം. ഒന്നുകിൽ തന്നിൽ നിന്ന് അന്യമായ ഈശ്വരനെ മറക്കുക, എന്നിട്ട് തൻ്റെ വലുപ്പത്തിൽ തന്നെ താൻ അടിയുറച്ച കോൺഫിഡൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഈശ്വരനെ പരിപൂർണമായി വിശ്വസിക്കുക. നമ്മൾ ആണും അല്ല പെണ്ണും അല്ല, നാണം കെട്ട രീതിയിൽ ഇടയ്ക്ക് വിശ്വാസം, ഇടയ്ക്ക് വിശ്വാസമില്ല, ഇടയ്ക്ക് വിശ്വാസം. ഇങ്ങനെ അധപ്പതിക്കുന്നവരെ വേറെ ആരാ ഉള്ളത്? നമ്മുടെയൊക്കെ വിശ്വാസത്തെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാത്രി ഒരു 12 മണി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോകാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? ക്ഷേത്രത്തിലേക്ക് പോകാൻ ആരെങ്കിലും തയ്യാറാവുമോ? കാരണം നമുക്ക് ഭയമാണ്. ഈശ്വരനെ നമുക്ക് ഭയമാണ്. ഈശ്വരനെ ഭയപ്പെടുകയാണ്. ആരാ നമ്മളെ പഠിപ്പിച്ചത് ഈശ്വരനെ ഭയപ്പെടാൻ? എന്തിനാ ഈശ്വരനെ ഭയപ്പെടേണ്ട ആവശ്യം? ഈശ്വരനോട് വേണ്ടത് ദൈവപ്രീതി എന്നാണ്. ദൈവത്തിനോട് വേണ്ടത് പ്രീതിയാണ്.
ഈ പാമ്പങ്കാവ് പോയിട്ട് പൂജിക്കുന്നത് മാതിരിയാണ്. പാമ്പങ്കാവ് പോയിട്ട് ഇങ്ങനെ സർപ്പത്തിനെങ്ങനെ പൂജിച്ച് സർപ്പം ഈ പൂജയിൽ അങ്ങ് സന്തുഷ്ടനായിട്ട് ഒന്നങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു വിചാരിക്കുക. അയ്യോ പ്രത്യക്ഷപ്പെടല്ലേ, ഞാൻ ഇതുവരെ അങ്ങേ പൂജിച്ച് പ്രത്യക്ഷപ്പെടാതിരിക്കാനാണ് എന്ന് പറഞ്ഞ് ഓടടാ ഓട്ടമാണ്. എന്തിനാണ് നമ്മൾ പോയി പൂജിക്കുന്നത്? പ്രത്യക്ഷപ്പെടാതിരിക്കാനാണ്. ഇതുമാതിരിയാണ് ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ ഭീതിയാണ്. എൻ്റെ വീട്ടിൽ രാത്രി 12 മണിക്ക് ഗുരുവായൂരപ്പനോ ആണ്ടവനോ അയ്യപ്പനോ പ്രത്യക്ഷപ്പെട്ടാൽ അന്ന് നമുക്ക് ടൈഫോയിഡാണ്. വലിയ പ്രീതിയാണ് നമുക്ക് ഈശ്വരനോട്. നാം പേടിച്ച് വിറയ്ക്കും. നമുക്ക് ഇപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് വൈ ഫിയർ വെൻ ഗോഡ് ഈസ് ഹിയർ എന്നാണ്. നമുക്ക് ഭയമല്ല ദൈവത്തോടുണ്ടാകുന്നത്, ദൈവപ്രീതി എന്നാണ്. എന്നാൽ ഭയം വേണമത്ര. എന്തിനോടാ ഭയം വേണ്ടത്? പാപഭീതി എന്നാണ്. ദൈവപ്രീതി, പാപഭീതി. പാപത്തിനോടാണ് നമുക്ക് ഭയം വേണ്ടത്, ദൈവത്തിനോട് പ്രീതിയാണ് വേണ്ടത്. നമ്മളിപ്പോൾ തിരിച്ചാണ്. പാപപ്രീതി, ദൈവഭീതി എന്നാണ്. ദൈവത്തിനോട് നമുക്ക് ഭയങ്കര പേടിയും പാപത്തിനോട് എന്താ നമുക്കുള്ള സന്തോഷം അറിയോ ചെയ്യാൻ. സാധാരണ ഒരു ശ്ലോകം പറയാറുണ്ട്, പുണ്യം ഇച്ഛന്തി മാനവ ന പുണ്യം കുർവന്തി ന പാപമിച്ഛന്തി പാപം കുർവന്തി മാനവ എന്ന് പറയും. എല്ലാവരും പുണ്യം ആഗ്രഹിക്കുന്നു, പക്ഷെ ഒറ്റ കുട്ടിയും പുണ്യം ചെയ്യുന്നില്ല. ആരും പാപം ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ചെയ്യുന്നത് മുഴുവൻ പാപ. ഇതുപോലെയാണ് മനുഷ്യൻ. ദൈവവിശ്വാസം എന്ന് പറഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് കഴിയുകയാണ്. ദൈവം സ്നേഹസ്വരൂപനാണ്, ദൈവം പ്രേമസ്വരൂപനാണ്, പ്രേമമൂർത്തിയാണ്. ആ ദൈവത്തെ കാണുവാനും വെമ്പൽ കൊള്ളുവാനും ആഗ്രഹിച്ചുകൊണ്ട് ദൈവവുമായി താതാത്മ്യം പ്രാപിക്കുന്നതിൻ്റെ പേരാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇതിനാഗ്രഹിക്കുകയാണ് വേണ്ടത്. പക്ഷെ നമ്മളാരും മോക്ഷം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിയണമെന്നല്ലാതെ ആരാ മോക്ഷം ആഗ്രഹിക്കുന്നത്? അപ്പം ആത്മീയത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഘട്ടങ്ങളിൽ പോലും നാം എത്തിയിട്ടില്ല എന്നർത്ഥം. ഈ അവസ്ഥയിൽ നിൽക്കുന്ന അർജുനനെ വീണ്ടും ഒന്ന് ഉയർത്തുവാൻ വേണ്ടി വിശ്വരൂപ ദർശനം അങ്ങ് കാണിച്ചു കൊടുത്തപ്പോൾ അർജുനാകെ ആള് മാറിയപ്പോൾ യുദ്ധം ചെയ്യണമോ ചെയ്യണ്ടയോ എന്നുള്ള സംശയങ്ങളെല്ലാം തീർന്നു. പിന്നീടുള്ള സംശയം ഭക്തിയോഗത്തിലേക്ക് കടക്കുമ്പോൾ സംശയം അങ്ങോട്ട് മാറി. പിന്നെ എന്താ സംശയം എന്നറിയാമോ? അർജുനൻ്റെ ചോദ്യമാണ്, ഏവം സതതയുക്തായേ ഭക്താസ്തം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമ. ഇതുവരെയുള്ള സകല സംശയവും മാറി. എന്നിട്ട് ഇപ്പോഴുള്ള സംശയം എന്താണെന്നറിയാമോ? അർജുനൻ്റെ യുദ്ധം ചെയ്യണമോ ചെയ്യണ്ടയോ എന്ന് പിന്നെ 18-ാമത്തെ അധ്യായം വരെ അർജുനൻ മിണ്ടിയിട്ടില്ല. പിന്നെ അർജുനൻ്റെ ഏകമായ സംശയം, ഹേ കൃഷ്ണ, ഇപ്പം എൻ്റെ സംശയം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ കാണിച്ചു തന്ന ഒരു രൂപമുണ്ടല്ലോ, ആ രൂപം അങ്ങ് അവ്യക്തവും അനന്തവുമായി കിടക്കുന്ന ബ്രഹ്മസ്വരൂപമാണ്. എന്നാൽ ഇപ്പോൾ അങ്ങൻ്റെ മുമ്പിൽ ഇതാ 5 അടി ഉയരത്തിൽ മഞ്ഞപ്പട്ടടയടിച്ച് ചാട്ടവാറുമെടുത്ത് അങ്ങൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അങ്ങയെ ഞാൻ ഇനി മുതൽക്ക് ഉപാസിക്കേണ്ടത് ഈ രൂപത്തിലാണോ, അതോ യോഗിമാർ ഉപാസിക്കുന്ന അവ്യക്തവും അക്ഷരവുമായിരിക്കുന്ന പരബ്രഹ്മസ്വരൂപത്തെയാണോ ഞാൻ ധ്യാനിക്കേണ്ടത് എന്നാണ് അർജുനൻ്റെ സംശയം. ബാക്കി സംശയമൊക്കെ തീർന്നു. ഇത് നമ്മുടെ സംശയമാണ്. ഏവം സതതയുക്തായേ ഭക്താസ്തം പര്യുപാസതേ യേ ചാപ്യക്ഷരം അവ്യക്തം. അവ്യക്തവും അക്ഷരവുമായി കിടക്കുന്ന പരബ്രഹ്മത്തെയാണോ ഞാൻ ഉപാസിക്കേണ്ടത്, അതെയോ വിഗ്രഹസ്വരൂപനായിരിക്കുന്ന മജ്ജയും മാംസവും രക്തവും അസ്ഥിയുമുള്ള അങ്ങയെയാണോ ഞാൻ ഉപാസിക്കേണ്ടത്? നമ്മുടെയൊക്കെ സംശയമാണിത്. ദൈവം എന്ന് പറഞ്ഞ് വിഗ്രഹത്തെ പൂജിക്കണമോ, നമ്മുടെ ഇഷ്ടദേവന്മാരായിരിക്കുന്ന സായിബാബയും അമൃതാനന്ദമയെയും അതുപോലുള്ള കൃഷ്ണനെയും രാമനെയും ഒക്കെ നാം പൂജിക്കണമോ, അതെയോ രൂപത്തിന് അതീതമായിരിക്കുന്ന ആ പരബ്രഹ്മസ്വരൂപത്തെയാണോ? ഏതാണ് യഥാർത്ഥമായ ഈശ്വരവിശ്വാസം, ഏതാണ് യഥാർത്ഥമായ ഉപാസന എന്ന് നിങ്ങളുടെയും എൻ്റെയും സംശയമാണ്. പിന്നീട് കൃഷ്ണ ഭഗവാനോട് അർജുനൻ ചോദിക്കുന്ന സംശയമെന്നാണ്. ഇപ്പോഴാണ് നമ്മുടെ സംശയമായി മാറുന്നത്. പലവർക്കും ഇപ്പോഴും സംശയം. അപ്പോൾ പുട്ടപർത്തിയിൽ പോയിട്ട് ഞാനൊക്കെ ഭഗവാൻ സത്യസായി ബാബയുടെ ഭക്തനാണെന്ന് പറയുന്നു. ഭഗവാൻ സത്യസായി ബാബയുടെ ഭക്തനായിട്ട് ഞാൻ അങ്ങനെ ചെന്ന് സായിറാം എന്ന് പറഞ്ഞ് ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാമോ? നാളേറ്റ് ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്തവന്മാർ സായിബാബയേറ്റ് അറസ്റ്റ് ചെയ്തിട്ട് സായിബാബ ദൈവമല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്താ ചെയ്യുക? എങ്ങനെയുണ്ട് എൻ്റെ വിശ്വാസം? ഞാനിങ്ങനെ ഒളിഞ്ഞും പാളി ഇങ്ങനെ നോക്കുകയാണ്, വല്ലതും സംഭവിക്കുമോ എന്ന്. അഥവാ നാളെ ഭഗവാൻ സത്യസായി ബാബ ദൈവമാണെന്ന് ബോധ്യപ്പെട്ടാലോ? നഷ്ടപ്പെടാനില്ല, കിടക്കട്ടെ ഒരു സായിറാം ലിസ്റ്റിൽ ഞാനും പെട്ടോട്ടെ വിചാരിച്ചിട്ട് സായിറാം. എൻ്റെ വിശ്വാസമാണ്.
ഇങ്ങനെ നമശിവായ നമശിവായ അഥവാ മാതാമൃതാന്തമയി ദൈവസ്വരൂപിണിയാണെന്ന് അറിഞ്ഞാൽ എൻ്റെ പേരത് ഉൾപ്പെടാതെ പോണ്ട, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നമശിവായ. ഉടനെ അമ്മ വിശ്വാസിയായി മാറി. നാളെ എന്തെങ്കിലും കാരണത്താൽ അമ്മയെ അറസ്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും നമുക്കതിന് കഴിച്ചിലാവാലോ. ഇത്ര നിസ്സാരമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലൊരു സംശയമുണ്ട്. സായിബാബയെ പോലെയും അമൃതാനന്ദമയെ പോലെയും മനുഷ്യരൂപമെടുത്തിരിക്കുന്ന ആൾക്കാരെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യ ദൈവങ്ങളെ പൂജിക്കാമോ? ഹേ കൃഷ്ണ, എൻ്റെ സംശയം, ദൈവങ്ങളെ പൂജിക്കുന്നതാണോ ശരി? അക്ഷരവും അവ്യക്തവുമായി കിടക്കുന്ന നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ബ്രഹ്മർഷികൾ മാത്രം പൂജിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ആ ബ്രഹ്മസ്വരൂപത്തെയാണോ ഞാൻ ഉപേക്ഷിക്കേണ്ടത് എന്ന് ദയവ് ചെയ്ത് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നാലും എന്നാണ്. എത്ര രസകരമായ ചോദ്യം നോക്കൂ. മജ്ജയും മാംസവും അസ്ഥിയും രക്തവും എല്ലാമുള്ള മനുഷ്യനെ ദൈവമാക്കാമോ, അല്ല കല്ലിനെ ദൈവമാക്കാമോ എന്നാണ്. ഇത് മനുഷ്യനെങ്കിലുമാണ്. കല്ലിനെ പൂജിക്കുമ്പോൾ വെറും കല്ലല്ലേ, ആ കല്ലിനെ നമുക്ക് ദൈവമാക്കാമോ എന്നാണ്. അപ്പം കല്ലിനെ ദൈവമാക്കുമ്പോൾ ഇത് കല്ലാണെന്നൊരു തോന്നൽ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ പ്രതീതിയില്ല, വെറും മനുഷ്യൻ്റെ സങ്കല്പമാണ്. ഒരു വലിയ കരിങ്കല്ല് രണ്ടായിട്ട് കീറി, അത് രണ്ട് കഷ്ണമായി മാറി. ഒരു കഷ്ണം ആരെല്ലാം എടുത്ത് അമ്പലത്തിൽ കൊണ്ടുപോയി അത് ദൈവമാക്കി അതിനെ പ്രതിഷ്ഠിച്ചു. മറ്റേ കല്ലെടുത്തിട്ട് നേരെ റോട്ടിൽ കൊണ്ടുപോയിട്ട് അതിനെ മൈൽ സ്റ്റോൺ ആക്കിയിട്ടും വെച്ചു. ഒരു കല്ലിൻ്റെ രണ്ട് ഭാഗമാണ്. ഒന്ന് മൈൽ സ്റ്റോണായി, മറ്റൊന്ന് ദൈവമായിട്ട് അകത്തിങ്ങനെ ഇരിക്കുന്നു. കാലം കുറേ ചെന്നപ്പോൾ ഇപ്പം മൊബൈൽ ഫോണൊക്കെ വന്നല്ലോ. അപ്പോൾ ഈ രണ്ട് കല്ലുകളും തമ്മിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയത്രേ. ഹലോ, പിന്നെ എന്തൊക്കെയാണ്, അത് നമ്മളൊന്നായിരുന്നല്ലോ, പിന്നെ നമ്മൾ രണ്ടായി, അവിടുത്തെ വർത്തമാനങ്ങൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ വർത്തമാനങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ കല്ല് ചോദിക്കുകയാണത്രേ. ഈ മൈൽ സ്റ്റോൺ മറ്റേ കല്ലിന് ചോദിച്ചു, നിനക്ക് അങ്ങനെ ഇവിടെ എന്തൊക്കെ ഉണ്ട്? എൻ്റെ കാര്യം പറയണ്ട, എന്നെ ഇവിടെ കൂട്ടിലിട്ട മാതിരി ഇവിടെ അടിച്ചൊതുക്കി നിർത്തിയിരിക്കുക, എനിക്കൊന്ന് പുറലോകം കാണാൻ കഴിയുന്നില്ല. അമ്പലത്തിലെ കല്ല് പറയുകയാണ്. അപ്പോൾ നിൻ്റെ കാര്യം അങ്ങനെ പോക്കാന്ന് പറഞ്ഞുകൂടാ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പാലഭിഷേകം കിട്ടുന്നുണ്ട്, നെയ്യഭിഷേകം കിട്ടുന്നുണ്ട്, എണ്ണഭിഷേകം കിട്ടുന്നുണ്ട്, ധാരാളം അഭിഷേകങ്ങൾ കിട്ടുന്നുണ്ട്, എന്നെ കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, എനിക്ക് മഴ കൊള്ളില്ല, എനിക്ക് വെയിൽ കൊള്ളില്ല. നിൻ്റെ കാര്യം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. മൊബൈൽ ഫോണിലൂടെ വർത്താനം പറഞ്ഞു. നിൻ്റെ കാര്യം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു മൈൽ സ്റ്റോണിനോട്. അപ്പോൾ മൈൽ സ്റ്റോൺ പറഞ്ഞു, എന്നെയും ഇവിടെ അടിച്ച് നിർത്തിയിരിക്കുക, എനിക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല, പക്ഷെ നിൻ്റെ മാതിരിയല്ല, എനിക്ക് ലോകം മുഴുവൻ കാണാം. എൻ്റെ ചുറ്റും വേലിയൊന്നുമില്ല, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, മഴയും കൊള്ളണം, വെയിലും കൊള്ളണം, മഞ്ഞും കൊള്ളണം. നിനക്ക് അഭിഷേകം കിട്ടുന്നുണ്ടോ? എനിക്കും അഭിഷേകം കിട്ടുന്നുണ്ട്. പട്ടിയും നായയും വന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ അഭിഷേകം ചെയ്യാറുണ്ട്. ഞാനും ഇങ്ങനെ അഭിഷേകങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അഭിഷേകത്തിനൊന്നും കുറവില്ല, പക്ഷേ ഈ വെയിൽ കൊണ്ട് സഹിച്ചുകൂടാ. എങ്കിലും എനിക്ക് ഭയങ്കര അന്തസ്സാണ്. ചില ആൾക്കാരുണ്ട് നിർത്തി ഇറങ്ങിയിട്ട് എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണതാണ്, ഇനി എത്ര വയലുണ്ട് എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ എനിക്കൊരു അഭിമാനമൊക്കെ ഉണ്ട്. അങ്ങനെ എന്നെ ആശ്രയിച്ച് കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ രണ്ടും കല്ലല്ലേ? ഇവിടെ നമ്മുടെ ഭാവം എന്താ എന്നുള്ളതാണ്. ഈ ഭാവമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. വിഗ്രഹാരാധനയിലൂടെ ദൈവത്തെ കല്ലിലേക്ക് താഴ്ത്തുകയല്ല ചെയ്യുന്നത്, കല്ലിനെ ദൈവത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ കല്ലാക്കി മാറ്റാതിരിക്കുക, സകല ചരാചരങ്ങളെയും ദൈവത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം. കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കുക എന്നാണ്. എല്ലാറ്റിനെയും ദൈവമായി കാണുകയാണ്. അതുകൊണ്ട് ഈ ഭാവമില്ലെങ്കിലോ, ഇതിനൊരു കല്ലായി കണ്ടു കഴിഞ്ഞാൽ എല്ലാം പോയി. പുഷ്പത്തെയും കല്ലിനെയും ചരാചരങ്ങളെയും ദൈവത്തിലേക്ക് ഉയർത്തുക, എല്ലാം ദൈവത്തെ കൊണ്ടുണ്ടാക്കിയതാണ്. ദൈവമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല, എല്ലാം ദൈവമയമാണ്. ഈ ചിന്താഗതി നമുക്ക് വരാതെ വിഗ്രഹാരാധന പോലും നമുക്ക് സാധ്യമല്ല. കല്ലായി കണ്ടു കഴിഞ്ഞാൽ മറ്റു മതസ്ഥർ നമ്മളെ കളിയാക്കും. നമുക്കും ഒരു സംശയം, നമ്മൾ ചെയ്യുന്ന വിഡ്ഢിത്തമാണോ എന്ന്. ഈ വിഡ്ഢിത്തത്തിൻ്റെ സംശയത്തിൻ്റെ ഉത്തരമാണ് കൃഷ്ണഭഗവാനോട് അർജുനൻ ചോദിക്കുന്നത്. ഏവം സതതയുക്തായേ ഭക്ത്വാസ്തം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമ മയ്യാവേശമനോയേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേത സ്ഥേമേ യുക്ത നമാമത എന്ന് പറയുന്നു. ഭഗവാന്റെ മറുപടിയാണ്. ഭഗവാൻ അർജുനോട് പറഞ്ഞു, ഹേ അർജുന, ഞാനിതാ നിന്നോട് ഉറപ്പിച്ചു പറയുന്നു, മയ്യാവേശ മനോയേമാം നിത്യയുക്ത ഉപാസതേ. എന്നിൽ പരിപൂർണമായിട്ടും മനസ്സ് വെച്ചുകൊണ്ട് ആരാണോ നിത്യവും എന്നെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നത്, അങ്ങനെ ആരാണ് എന്നെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രദ്ധയോ പരയോപേത സ്ഥേമേ യുക്ത തമാമത.
അവർ എന്നെ ശ്രദ്ധയോടുകൂടി എന്നെ ഉപാസിക്കുകയാണെങ്കിൽ അക്ഷരപരബ്രഹ്മത്തെ ഉപാസിക്കുന്നവർക്ക് ലഭിക്കുന്നതായ ആ പരബ്രഹ്മ സ്വരൂപത്തിലേക്ക് നിന്നെ ഞാൻ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുപോകാം എന്നുള്ള ഒരു അഗ്രിമെൻ്റാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുക്കുന്നത്. എൻ്റെ മജ്ജയും മാംസവും രക്തവുമുള്ള ഈ ശരീരത്തെ നിനക്ക് ഉപാസിക്കാം. അങ്ങനെ ഈ വിഗ്രഹത്തെ നീ ഉപാസിച്ചാൽ ഏതൊരാളാണോ വിഗ്രഹത്തിന് അതീതമായിരിക്കുന്ന പരബ്രഹ്മത്തെ ഉപാസിക്കുന്നത് അവരെത്തുന്ന അതേ ഇടത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്നുള്ള അഗ്രിമെൻ്റ് ഭഗവാൻ കൃഷ്ണൻ തന്ന സ്ഥിതിക്ക് നമുക്കിനി എന്താ പേടിക്കാനുള്ളത്? എത്ര ക്രിസ്റ്റൽ ക്ലിയറായി. ബട്ട് ഹിയർ ഈസ് എ കണ്ടീഷൻ. കൃഷ്ണനത് പറഞ്ഞ് വെറുതെ അങ്ങ് പോവല്ലേ ചെയ്ത്. ശ്രദ്ധയോ പരയോ പേദ സ്ഥേമേ യുക്ത തമാമത. ഒരു കണ്ടീഷൻ വെച്ചു, അർജുന ശ്രദ്ധയോടുകൂടി നീ എന്നെ ഉപാസിക്കണം എന്നാണ്. ഈ ഒരു കണ്ടീഷനാണ് ഇപ്പം നമുക്കും പ്രശ്നം. വെറുതെ ഇങ്ങനെ ഉപാസിക്കാനാണെങ്കിൽ നമ്മളൊക്കെ പണ്ടേ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ടവരായി മാറിയിരുന്നു. പക്ഷേ കൃഷ്ണനൊരു ഒരു കണ്ടീഷൻ വെച്ചു, ശ്രദ്ധയോടുകൂടി വേണം നീ എന്നെ ഉപാസിക്കാൻ എന്നാണ്. എന്താണ് ഈ ശ്രദ്ധ എന്നുള്ളതാണ്. നമ്മളിതിനു മുമ്പേ പറഞ്ഞു, 4 വേദങ്ങൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭഗവത്ഗീത മാത്രം പഠിച്ചാൽ മതി. ഭഗവത്ഗീത മുഴുവൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ 72 ശ്ലോകങ്ങളുള്ള സാഖ്യയോഗം മാത്രം പഠിച്ചാൽ മതി. സാഖ്യയോഗം നമുക്ക് പഠിക്കാൻ മടിയുണ്ടെങ്കിൽ ഒരു ശ്ലോകമാകുന്ന ആദ്യത്തെ ശ്ലോകം പഠിച്ചാൽ മതി. ആദ്യത്തെ ശ്ലോകം പഠിക്കാൻ നമുക്ക് വിഷമമാണെങ്കിൽ ഭഗവത്ഗീതയിലെ 2 വാക്കുകൾ പഠിച്ചാൽ മതി, മമധർമ്മ എന്ന്. ഇപ്പോൾ ഇതാ കൃഷ്ണൻ പറയുന്നു, 2 വാക്ക് പഠിക്കാൻ നിനക്ക് പ്രയാസമുണ്ടെങ്കിൽ 1 വാക്ക് പഠിച്ചാൽ മതി, ശ്രദ്ധ. ഇനി ഒന്നും ആവശ്യമില്ല, ഗീത കഴിഞ്ഞു. അപ്പോൾ ഭഗവത്ഗീത മുഴുവൻ പഠിക്കാൻ ഒറ്റ വാക്കേ ആവശ്യമുള്ളൂ, ശ്രദ്ധ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ പരാം ശാന്തിം അജരേണ അധിഗച്ഛതി എന്നാണ്. ഈ ശ്രദ്ധയുള്ളവർക്ക് മാത്രമേ ലോകത്തിലെല്ലാം നേടിയെടുക്കാൻ കഴിയുള്ളൂ. ശ്രദ്ധ വേണം. ശ്രദ്ധയുണ്ടെങ്കിലേ എല്ലാ ജ്ഞാനവും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധയാണ് വേണ്ടത്. അപ്പോൾ ശ്രദ്ധ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. ഈ ശ്രദ്ധ തുടങ്ങേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, ശ്രദ്ധ ആദ്യം തുടങ്ങേണ്ടത് നിന്നിൽ നിന്നാണ് എന്നാണ്. നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ഈശ്വരനിൽ നിന്നാണ്. ഈശ്വരനിൽ നിന്ന് വന്ന് 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 നമ്മളിപ്പോൾ ഭൂമിയിലെത്തിയിരിക്കുകയാണ്. പഞ്ചഭൂതങ്ങളിലൂടെ യാത്ര ചെയ്ത് പഞ്ചഭൂതാത്മകമാകുന്ന ശരീരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങളെ ശരീരവുമായി താരതമ്യപ്പെടം നടത്തുമ്പോൾ ശരീരത്തിൻ്റെ പേര് പഞ്ചകോശങ്ങൾ എന്നാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന പഞ്ചഭൂതങ്ങൾ ശരീരത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പേര് ആനന്ദമയകോശം, വിജ്ഞാനമയകോശം, മനോമയകോശം, പ്രാണമയകോശം, അന്നമയകോശം എന്ന 5 കോശങ്ങളായി മാറുന്നു. അപ്പം പഞ്ചഭൂതങ്ങൾ ശരീരത്തിലേക്ക് വന്നപ്പോഴേക്കും അത് പഞ്ചകോശങ്ങളായി മാറി. നാം വന്നത് എവിടെ നിന്നാണ്? ആനന്ദമയ കോശത്തിൽ നിന്നാണ്. ആനന്ദമയ കോശത്തിൽ നിന്ന് വന്ന് 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 വിജ്ഞാനമയ കോശത്തിലെത്തി, അവിടുന്ന് മനോമയ കോശത്തിലെത്തി, പ്രാണമയ കോശത്തിലെത്തി. ഇപ്പോൾ നാം ഇരിക്കുന്നത് അന്നമയ കോശത്തിലാണ്. അന്നമയ കോശം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അന്നത്തെ കൊണ്ടുണ്ടാക്കിയ കോശം എന്നർത്ഥം. ഭക്ഷണം കഴിച്ചിട്ടുണ്ടാക്കിയതായ ദേഹം എന്നർത്ഥം. ഇനി കൃഷ്ണഭഗവാൻ എന്താ പറയുന്നത്? ശ്രദ്ധ വേണം നീ ഏത് കാര്യത്തിലും. എന്തിനാ ശ്രദ്ധ? തിരിച്ച് നീ വീണ്ടും എന്നിലേക്ക് വരുവാൻ നിനക്ക് ശ്രദ്ധ വേണം എന്നാണ്. അപ്പോൾ ഓരോ കാര്യത്തിലായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം എന്നോട് PR നാഥൻ സാറ് പറയുകയാണ്, സാറിനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാം. അപ്പോൾ കാരണം എനിക്ക് ബസ് സ്റ്റാൻഡിൽ പോകണമെങ്കിൽ എപ്പോഴും ഒരാളുടെ സഹായം ആവശ്യം. അതുകൊണ്ട് എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് PR നാഥൻ സാറ് എന്നോട് സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നാഥൻ സാറിനോട് പറയുകയാണ്, എനിക്ക് ബസ് സ്റ്റാൻഡിൽ പോകണം, അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോകണം. വരൂ സാർ, നമുക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് ഈ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങാൻ മടിയുണ്ട്, എനിക്ക് സ്റ്റേജിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്റ്റേജിൽ നിന്ന് എങ്ങനെയാണ് സാർ വീട്ടിലെത്തുക? അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വീട്ടിലെത്തണം, സ്റ്റേജിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല. സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ വീട്ടിലെത്താൻ പറ്റില്ല. അമ്മയുടെ കൂടെ കിടക്കുകയും വേണം, അച്ഛൻ്റെ കൂടെ യാത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നടക്കുമോ? ഒന്നുകിൽ അമ്മയുടെ കൂടെ കിടന്നുറങ്ങുക, അല്ല അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുക, രണ്ടും കൂടി നടക്കില്ല. അതുമാതിരി എവിടെ വെച്ചാ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നിന്റെ ശരീരത്തിലാണ്. ഈശ്വരനൊക്കെ എവിടെയോ കിടക്കുന്നു, ആത്മീയതൊക്കെ അവിടെ നിൽക്കട്ടെ. വി വിൽ ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ അവർ ബോഡി എന്നാണ്. ശരീരത്തിലാണത്രേ ആദ്യമായിട്ട് നാം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആത്മീയതയുടെ ബാലപാഠം തിരിച്ചുപോക്കാണ്.
ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ഞാൻ വന്ന എൻ്റെ വീട്ടിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുപോലെ അന്നമയ കോശത്തിൽ നിന്നും ഇറങ്ങിയാൽ മാത്രമേ ആനന്ദമയ കോശത്തിലെത്താൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ പേര് തിരിച്ചുപോക്ക് എന്നാണ്. ഈ തിരിച്ചുപോക്ക് എവിടെയാണ്, എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ റിലിജനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. റിലിജിയൻ എന്ന വാക്ക് റിലിഗെയർ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. വാക്കിൻ്റെ അർത്ഥം തിരിച്ചുപോക്ക് എന്നാണ് അത്രേ. അതുകൊണ്ട് ആ മനുഷ്യൻ റിലിജനിൽ വിശ്വസിക്കുന്നത്. നമുക്കൊരു തിരിച്ചുപോക്കിന് തയ്യാറാവണം. അതുകൊണ്ട് ഗോ ടു ദ റിലിജിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ തിരിച്ചു പോകാൻ കഴിയുമെന്ന് റിലിജിയൻ പറഞ്ഞു തരുന്നു. ഇതിനു വേണ്ടിയാണ് അത്ര എഡ്യൂക്കേഷൻ ഉണ്ടായത്. എഡ്യൂക്കേഷൻ എന്ന വാക്കുണ്ടായത് എഡ്യൂക്കെയർ എന്ന വാക്കിൽ നിന്നാണ്. എഡ്യൂക്കെയർ എന്ന വാക്കിൻ്റെ അർത്ഥം മടക്കയാത്ര എന്നാണ്. നമുക്കൊരു മടക്കയാത്ര വേണം. ആ മടക്കയാത്രയാണ് വിദ്യാഭ്യാസത്തിലൂടെ നാം നേടുന്നത്. എങ്ങനെ നമുക്ക് തിരിച്ച് ഇനി ആനന്ദ സ്വരൂപനാകുന്ന ഈശ്വരിലേക്ക് എത്താം. ഹേ അർജുന, നിനക്ക് എന്നെ തന്നെ പ്രാർത്ഥിച്ചാൽ തിരിച്ച് നിനക്ക് എൻ്റെ സ്വരൂപമാകുന്ന മോക്ഷസ്വരൂപത്തിലേക്ക് എത്താം. ബട്ട് ശ്രദ്ധയോ പരയോ പേദ, ശ്രദ്ധയോടുകൂടി വേണം. അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് നാം വന്ന് 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 നമ്മുടെ ശരീരത്തിലെത്തി. ഇപ്പം നമുക്കുള്ളൊരു പ്രത്യേകത എന്താ അറിയാമോ? നമ്മുടെ ശരീരം വിട്ട് നാം മറ്റുള്ള ശരീരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പം ഇവിടം കൊണ്ട് നിൽക്കുന്നില്ല. ഇനി ആത്മീയമായി ഭഗവാനിൽ എത്തണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാമോ? മറ്റുള്ള ശരീരങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചു വരണം. ഇപ്പം നിങ്ങളും ഞാനും ഇന്നലെ പറഞ്ഞ മാതിരി വി ആർ ഓൾവേസ് വറീഡ് അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ വറീസ്. ഇപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്തു ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് തന്നെ ആത്മീയതയിൽ നിന്ന് നാം അകന്നു പോവുകയാണ്. കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കയറിയിട്ട് നാം തെക്കോട്ട് യാത്ര ചെയ്യണം. അതിന് പകരം നാം വടക്കോട്ട് യാത്ര ചെയ്താൽ കണ്ണൂരിലെത്തും. അതുപോലെയാണ് നാം ഇവിടെ നിന്ന് തന്നെ മടങ്ങി ഈശ്വരിലെത്തേണ്ടതിന് പകരം ഇവിടെ നിന്ന് മാറി അന്യദേഹത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ആത്മീയതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നാം ചെയ്യേണ്ടത് അന്യദേഹത്തിൽ നിന്ന് തിരിച്ച് നമ്മുടെ ദേഹത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. സോ ഫോർഗെറ്റ് അബൌട്ട് അതേഴ്സ്. ഡു നോട്ട് സീ ദ ഈവിൾ ഓഫ് അതേഴ്സ്. ഡു നോട്ട് ബോദർ അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെക്കുറിച്ച് സകല വിധത്തിലുള്ള വിഷമങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് തന്നിലേക്ക് തിരിച്ചു വരിക എന്നാണ് ആത്മീയതയുടെ ആദ്യ പാഠം എന്ന് പറയുന്നത്. അന്യൻ്റെ കുറ്റങ്ങളും കുറവുകളും കാണാതെ തന്നെ കുറിച്ച് ചിന്തിക്കുക, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക, സെൽഫ് സാക്രിഫൈസിന് തയ്യാറാവുക, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. എങ്കിൽ മാത്രമാണ് സെൽഫ് റിയലൈസേഷനിലേക്ക് നാം എത്തുകയുള്ളൂ. എല്ലാം സെൽഫാണ്, അല്ലാതെ സമൂഹത്തിന് ഒരുമിച്ച് ഒരു റിയലൈസേഷൻ ഇല്ല. അപ്പം ഞാനും നിങ്ങളും ആത്മീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഉടനെ ഇന്ന് തീരുമാനമെടുക്കണം. ഇതിങ്ങനെ ഞാനിങ്ങനെ ഗീത പറയുന്നു, നിങ്ങളിങ്ങനെ കേൾക്കുന്നു, പറഞ്ഞേച്ച് പോകാൻ എന്നെപ്പോലെ കുറേ ആൾക്കാർ, കേട്ടേച്ച് പോകാൻ നിങ്ങളെപ്പോലെയും കുറേ ആൾക്കാർ. പറയുന്നവനും കേൾക്കുന്നവനും ഇതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല. ശങ്കരൻ ഇപ്പോഴും തെങ്ങേ തന്നെ. നമുക്കിതൊന്നും ബാധകമല്ല. ഇങ്ങനെ എത്ര കേട്ടു, ഇങ്ങനെ എത്ര പറഞ്ഞു, അതിൽ നിന്നൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് നമുക്ക് ഇന്ന് തുടങ്ങണം. എന്താ തുടങ്ങേണ്ടത്? ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് സകല ദേവതകളെയും സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ, ഞാൻ ഇന്ന് നമുക്ക് അന്യൻ്റെ കാര്യത്തിൽ ഇടപെടുകയില്ല എന്ന് പറയാൻ പറ്റുമോ? എങ്കിൽ നമ്മൾ ആത്മീയത്തിലെ ആദ്യ പടി ചവിട്ടി എന്നർത്ഥം. നമുക്ക് സാധ്യമല്ല. രാവിലെ എണീറ്റാൽ, ഇന്നലെ പറഞ്ഞല്ലോ, രാവിലെ എണീറ്റാൽ ഭാര്യ എന്താ ചിന്തിക്കുന്നത്? ഇങ്ങേരിപ്പം എന്താ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങേരെന്താ ചെയ്തത്, ഇങ്ങേരെന്താ അങ്ങനെ ചിന്തിച്ചത്? എപ്പോഴും ഭർത്താവിൻ്റെ കാര്യങ്ങളിലാണ് ചിന്ത. ഭർത്താവ് എന്താ ചിന്തിക്കുന്നത്? ഇവളെന്താ ഇപ്പം ഇങ്ങനെ പറഞ്ഞത്, ഇവളെന്താ അങ്ങനെ ചിന്തിച്ചത്, ഇവളെന്താ ഇങ്ങനെ ചെയ്തത്? ഭാര്യയുടെ കാര്യത്തിലാണ് ചിന്ത. ഫോർഗെറ്റ് അബൌട്ട് അതേഴ്സ്. ഇന്നലെ പറഞ്ഞല്ലോ, കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് എന്തിനീ ബോധറേഷൻ? അതുകൊണ്ട് എല്ലാം മറന്ന് തന്നിലേക്ക് തിരിച്ചു വരിക. അന്യനെക്കുറിച്ചുള്ള സകല പ്രശ്നങ്ങളും മാറ്റിവെക്കുക. ഭൗതികത എന്ന് പറഞ്ഞാൽ സദാ അന്യനെക്കുറിച്ച് ചിന്തിക്കൽ മാത്രമാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ അന്യൻ്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുകയാണ്. ആത്മീയത്തിലേക്കുള്ള ആദ്യപടി എന്ന് പറയുന്നത് നമ്മളിലേക്ക് തിരിച്ചു വരികയാണ്. ആദ്യം അതിന് നാം തയ്യാറാവണം. പിന്നെ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്താണ് തിരിച്ചു പോകുന്നത്. ഞാൻ ഇന്നു മുതൽക്ക് അന്യൻ്റെ കാര്യത്തിൽ ഇടപെടുകയില്ല എന്ന് നാം ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് എന്താ ചെയ്യേണ്ടത്? ഇനി അന്നമയകോശത്തിൽ നിന്ന് നാം രക്ഷപ്പെടണം. എന്താ അന്നമയകോശം? അന്നമയകോശം എന്ന് പറയുന്നത് അന്നത്തെ കൊണ്ടുണ്ടാക്കിയ കോശം. അന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം. ഈ അന്നമയ കോശത്തിന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ആത്മീയമായി ഉയരുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യമായിട്ട് നിയന്ത്രിക്കേണ്ടത് ഭക്ഷണമാണ് എന്നർത്ഥം.
കൃഷ്ണ ഭഗവാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞു. എത്ര പെട്ടെന്ന് പറഞ്ഞുപോയി. നമുക്ക് തോന്നുന്നു, ഓ കൃഷ്ണ ഭഗവാനെ പെട്ടെന്ന് സ്വായത്തമാക്കാം, പരബ്രഹ്മത്തെ ഒന്നും ധ്യാനിക്കേണ്ട ആവശ്യമില്ല, കൃഷ്ണനെ തന്നെ ധ്യാനിച്ചാൽ മതിയല്ലോ. ഒറ്റ വാക്ക് ശ്രദ്ധയോടുകൂടി, എന്നിലല്ലാതെ മറ്റൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. അപ്പോൾ ഈശ്വരനല്ലാതെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അശ്രദ്ധനാണോ അതിനെ മുഴുവൻ മാറ്റി 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 ഈശ്വരനിലേക്ക് ശ്രദ്ധിക്കണമെങ്കിൽ മറ്റു പല ശ്രദ്ധകളെയും നാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈശ്വരനിലേക്ക് മാറ്റണം. അപ്പോൾ ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണക്രമങ്ങളെയാണ്. അതാണ് അന്നമയ കോശം. അന്നത്തെ കൊണ്ടുണ്ടാക്കിയ കോശത്തിൽ നിന്ന് നാം പ്രാണമയ കോശത്തിലേക്ക് എത്തണമെങ്കിൽ അന്നം നിയന്ത്രിക്കുക, കൺട്രോൾ യുവർ ഫുഡ് എന്നാണ്. ആത്മീയമായി ഉയരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഇന്നു മുതൽക്ക് ചെയ്യേണ്ടത് സ്വാത്വികമാകുന്ന ഭക്ഷണം മാത്രം കഴിക്കുക. തമോ ഗുണപ്രദമായ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. എന്താ സ്വാത്വിക ഭക്ഷണം? മത്സ്യമാംസാദികളും മുട്ടകളുമൊക്കെ തമോ ഗുണപ്രദമാണ്. അതുകൊണ്ട് മത്സ്യമാംസാദികളും മുട്ടകളും കഴിക്കുന്നവർ തമോ ഗുണ സ്വഭാവത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. സാത്വികമായുള്ള സ്വഭാവത്തിലേക്ക് വരാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് സാത്വികമാകുന്ന പച്ചക്കറികൾ കഴിക്കുവാൻ നാം നിർബന്ധിതനാകണം. മത്സ്യമാംസങ്ങളെയും മുട്ടകളെയും ഒക്കെ നാം ഒഴിവാക്കണം. ഇത് പറഞ്ഞിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ആത്മീയമായി ഉയരുവാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. അങ്ങനെ ഉയരണമെന്ന് ആഗ്രഹിക്കാത്തവർ ഇഷ്ടം പോലെ കൊന്നു തിന്നുക, എന്തിനാ വേണമെങ്കിൽ തിന്നോളൂ. ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഈ ശവം അടക്കം ചെയ്യാൻ സ്ഥലമില്ലത്രേ. നമ്മുടെ ദേഹമുണ്ടല്ലോ ഇഷ്ടം പോലെ ശവപ്പറമ്പാക്കാൻ, ഏതിനെയും വലിച്ചു വാലി വിഴുങ്ങാലോ. അതുകൊണ്ട് സകലത്തിൻ്റെയും ശവപ്പറമ്പാക്കി നമ്മുടെ ദേഹത്തെ മാറ്റുക. ഒരു വിരോധവുമില്ല. കഴുകനും കുറുക്കനും പോലെ നമുക്ക് തിന്നു തീർക്കാം, ആർക്കും വിരോധം വേണ്ട. ബട്ട് ആത്മീയമായി ഉയരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നു, ആദ്യം കൈവയ്ക്കേണ്ടത് ഇതിലും വ്യക്തമായിട്ട് മറ്റു പല അധ്യായങ്ങളിലും പറയുന്നുണ്ട്. ആ അധ്യായങ്ങളിലേക്ക് കടക്കുവാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അത് പറഞ്ഞു തീർക്കുകയാണ്. ആദ്യമായി കൈവയ്ക്കേണ്ടത് അന്നത്തിലാണ്. അന്നത്തെ നിയന്ത്രിക്കുക. അതുകൊണ്ടാണ് സകല മതങ്ങളും എവിടെ ആത്മീയ അനുഷ്ഠാനങ്ങളുണ്ടോ അന്നമാണ് നിയന്ത്രിക്കുന്നത്. നമ്മുടെ ഇടയിൽ ഈ ശബരിമല കാലം വന്ന് വൃശ്ചികമാസം 1-ാം തീയതി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ നിയന്ത്രണം? ഭക്ഷണമാണ് നിയന്ത്രിക്കുന്നത്. എന്താ ഏകാദശിക്ക് നിയന്ത്രണം? ഭക്ഷണമാണ് നിയന്ത്രിക്കുന്നത്. എന്താ മുസ്ലിംസ് നോയമ്പ് കാലം വന്നാൽ എന്താ ചെയ്യുന്നത്? സുബൈക്ക് നമസ്കാരം കഴിഞ്ഞാൽ വൈകുന്നേരത്തെ നമസ്കാരം വരെ അവർ ഭക്ഷണമാണ് നിയന്ത്രിക്കുന്നത്. ക്രിസ്തുമസ് കാലം വന്ന ക്രിസ്ത്യാനികൾ എന്താ ചെയ്യുന്നത്? ഭക്ഷണമാണ് നിയന്ത്രിക്കുന്നത്. എന്തുകൊണ്ടാണ്? സകല മതത്തിലും സകല ഗ്രന്ഥങ്ങളും പറയുന്നു, ആദ്യമായിട്ട് അന്നമയ കോശത്തിൽ രക്ഷപ്പെടാത്തവർക്ക് മുകളിലോട്ട് പോകാൻ സാധ്യമല്ല. കൺട്രോൾ യുവർ ഫുഡ്. അതുകൊണ്ട് ആദ്യം ഭക്ഷണത്തെ നിയന്ത്രിക്കുക എന്ന് ആവർത്തിച്ച് നമ്മളോട് പറയുന്നു. മനുഷ്യൻ്റെ ശരീരം മാത്രമല്ല ഭക്ഷണത്തിനനുസരിച്ച് വളരുന്നത്, മനുഷ്യൻ്റെ മനസ്സും ഭക്ഷണത്തിനനുസരിച്ചാണ് വളരുകയും തളരുകയും ചെയ്യുന്നത്. ഏത് ഭക്ഷണം കഴിക്കുന്നുവോ ആ സ്വഭാവം നമുക്കുണ്ടായിത്തീരുകയാണ് ചെയ്യുന്നത്. മത്സ്യമാംസാദികൾ കഴിച്ചാൽ അതിൻ്റെ സ്വഭാവം അതല്ല, പച്ചക്കറികൾ കഴിച്ചാൽ അതിൻ്റെ സ്വഭാവം, മത്സ്യം കഴിച്ചാൽ മത്സ്യത്തിൻ്റെ സ്വഭാവം, മാംസം കഴിച്ചാൽ മാംസത്തിൻ്റെ സ്വഭാവം. എന്താ മത്സ്യത്തിൻ്റെ സ്വഭാവം? ഒരു ചൂണ്ട ഇട്ട് കൊടുത്താൽ അതിൽ കടിച്ചു തൂങ്ങുന്ന വിഡ്ഢിത്ത സ്വഭാവം. മത്സ്യത്തെപ്പോലെ പരമവിഡ്ഢി ലോകത്തിൽ ആരാ ഉള്ളത്? ഒരു ചൂണ്ട ഇട്ട് കൊടുത്താൽ അതിൽ കുടുങ്ങി. ഈ മത്സ്യത്തെ നിരന്തരം നാം ചെയ്താൽ നമ്മളും പമ്പര വിഡ്ഢികളായിത്തീരും. നമ്മളിപ്പോൾ അത്ര അറിയാതിരിക്കാൻ എന്താ കാരണം എന്നറിയാമോ? നമ്മൾ അങ്ങനെയൊന്നും മത്സ്യം കഴിക്കുന്നില്ല. ദിവസത്തിൽ ഒരു നേരമൊക്കെയല്ലേ കഴിക്കുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 നേരം. എന്നാൽ ഇതാരെങ്കിലും ഒരാൾ ചാലഞ്ചായിട്ട് എടുക്കണം ഈ പറയുന്നത്. എന്നിട്ട് നാളെ നമ്മൾക്ക് എങ്കിലും എനിക്കൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ ബെഡ് കോഫിക്ക് മത്സ്യം കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് മത്സ്യം കൊണ്ട് ദോശ ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് മത്സ്യത്തിൻ്റെ വക ഒരു ലഞ്ച് മത്സ്യ ബിരിയാണി കഴിക്കുക. ഇതിനിടയിൽ ആരെങ്കിലും വിരുന്ന് വന്നാൽ മത്സ്യം, വിരുന്ന് പോയാൽ മത്സ്യം. ഈവനിങ് നല്ല മത്സ്യവട. അത് കഴിഞ്ഞ് നൈറ്റിലെ ഡിന്നർ വെറും മത്സ്യം മാത്രം. ഒരു 6 നേരം വെറും മത്സ്യം കഴിച്ചു നോക്കും. ഒരു ചാലഞ്ചിന് ആരെങ്കിലും തയ്യാറുണ്ടോ? 3 മാസം കഴിഞ്ഞ് നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല അറിയും, പേര് പോലും മറന്നു പോകും. അപ്പം ഇത് കേൾക്കുന്ന ആൾക്കാർ ഒരു ചാലഞ്ചിന് തയ്യാറാവണം. എങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് ഒരു ചാലഞ്ചിന് ആരെങ്കിലും തയ്യാറാവണമെങ്കിൽ നമുക്കറിയാൻ കഴിയും, ഇത് കഴിച്ച് നമ്മൾ വിഡ്ഢിത്തത്തിലേക്ക് പോകുന്നു. ഈ സദസ്സിൽ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരാദ്യമായിട്ട് ഒഴിവാക്കേണ്ടത് മത്സ്യമാണ്. കാരണം നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല. നല്ലവണ്ണം പഠിച്ചു പരീക്ഷ ഹാളിൽ പോയി, പക്ഷേ ചോദ്യപേപ്പർ കാണുമ്പോൾ ഒന്നും ഓർമ്മയില്ല. ഓർമ്മ കിട്ടുവാനൊരു നല്ല വിദ്യ ഉണ്ടത്രേ. എന്താ വിദ്യ എന്നറിയാമോ? ഇവിടെ ആരെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ
അവരോർക്കുക, സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ രക്ഷിതാക്കന്മാർ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കുക, ഒരിക്കലും മറക്കാതിരിക്കാനുള്ളൊരു വിദ്യയുണ്ട്. ഒരേ ഒരു വിദ്യ, ഒറ്റമൂലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരിക്കലും മറക്കില്ല. മറക്കാതിരിക്കാനുള്ള വിദ്യ എന്താണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു വിദ്യയുള്ളൂ, അത് ശ്രദ്ധ വയ്ക്കൽ മാത്രമാണത്രേ. വേറെ വിദ്യയൊന്നുമില്ല. ശ്രദ്ധ വെച്ചാൽ മറക്കില്ല, അശ്രദ്ധനായാൽ മറന്നുപോകും. നമ്മൾ ചില ആൾക്കാരോട് പേരെന്താന്ന് ചോദിക്കും. ആദ്യം അയാൾ പേര് പറയും. 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കും പേരെന്താ പറഞ്ഞതെന്ന്. അപ്പോൾ ഒന്നുകൂടി പേര് പറയും. കുറേ കൂടി കഴിഞ്ഞിട്ട് പേരെന്താ പിന്നെയും ചോദിക്കും. അവസാനം ആരെ അപ്പം നിങ്ങൾ കണ്ടതാ, എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ എന്ന് പറയും. ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാ. കാരണം എന്താ? ആദ്യത്തെ പ്രാവശ്യം നാം ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത് പോലെയാണ് എല്ലാം മറവി എന്ന് പറയുന്നത്. ഈ ശ്രദ്ധ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ശ്രദ്ധ കൂടാൻ മൈൻഡ് ഷാർപ്പാവണം. മൈൻഡ് എന്തുകൊണ്ടാണ് ഷാർപ്പാവാതിരിക്കുക? കാരണം നമ്മളെ ഭക്ഷണങ്ങളെ കൊണ്ടാണ് മൈൻഡ് ഉണ്ടാക്കപ്പെടുന്നത്. അതുകൊണ്ട് കൂടുതൽ മത്സ്യം കഴിക്കും തോറും നമ്മുടെ മറവി കൂടിക്കൂടി വരികയും നാം പരിപൂർണമായും നമ്മളെ തന്നെ മറക്കുകയും ചെയ്യുന്നു. ആർക്ക് വേണമെങ്കിലും ഇതിന് വെല്ലുവിളിയായി എടുത്ത് തന്നെത്താനൊന്ന് പരിശോധിക്കാവുന്നതാണ്. മത്സ്യം കഴിച്ചാൽ മത്സ്യത്തിൻ്റെ ബുദ്ധി, മാംസം കഴിച്ചാലോ മാംസത്തിൻ്റെ ബുദ്ധി. എന്താ മാംസം? മൃഗീയ ഭക്ഷണം. എന്താ മൃഗങ്ങളുടെ സ്വഭാവം? മൃഗങ്ങളുടെ സ്വഭാവം ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ 2-3 മാസം കുഞ്ഞുങ്ങളെ കൊണ്ടു നടന്ന് 3 മാസം കഴിയുമ്പോഴേക്കും കുത്തിയാട്ടുന്നു. എന്നിട്ട് അമ്മയ്ക്ക് പുത്രനിൽ പുത്രൻ ഉണ്ടാകുന്നു, അച്ഛന് പുത്രിയിൽ പുത്രി ഉണ്ടാകുന്നു. ഇതല്ലേ മൃഗീയത? കുടുംബജീവിതമില്ല മൃഗങ്ങൾക്ക്. അങ്ങനെ കുടുംബജീവിതം ഇല്ലാതിരിക്കാൻ കാരണം ഈ മൃഗീയ സ്വഭാവമാണ്. ഈ മൃഗഭക്ഷണം തന്നെ കഴിച്ച് ഇന്ന് 3 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരെ പീഡിപ്പിക്കുന്ന കാലം വന്നിരിക്കുന്നു. മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി എന്നാണ്. മനുഷ്യരൂപത്തിൽ ഇതാ കുറേ മൃഗങ്ങളിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഭാരത സംസ്കാരം പറയുന്നത്, ഭഗവത്ഗീത പറയുന്നത് ഭക്ഷണത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. സ്വാത്വിക ഭക്ഷണം കഴിക്കണം, മാംസത്തെ ഒഴിവാക്കണം. ഇതിന് ഉദാഹരണം 2 പട്ടിക്കുട്ടികളെ വളർത്തുക, 2 നായക്കുട്ടികളെ. ഒരു പട്ടി പ്രസവിച്ച 2 നായക്കുട്ടികളെ വളർത്തു. എന്നിട്ട് ഒരു നായയ്ക്ക് 5 നേരവും പച്ചക്കറി കൊടുക്കുക. ഒപ്പം പ്രസവിച്ച മറ്റേ നായക്കുട്ടിക്ക് 5 നേരവും മാംസം പോത്തിറച്ചി കൊടുക്കുക. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പിന്നെ ഈവനിങ്ങിലും രാത്രിയൊക്കെ പോത്തിറച്ചി കൊടുക്കുക. 3 മാസം കഴിച്ചാൽ ഈ പോത്തിറച്ചി മാത്രം കഴിച്ച് വളരുന്ന നായ ആരെങ്കിലും കണ്ടാൽ കുരച്ച് ചാടുന്നതും കടിച്ച് കീറുന്നതും കാണാൻ കഴിയും. എന്നാൽ സസ്യം മാത്രം കഴിക്കുന്ന നായ ആരെങ്കിലും കണ്ടാൽ വാലാട്ടി ചെന്ന് അടുത്ത് നിന്ന് നക്കി തോർത്തുന്നത് കാണാൻ കഴിയും. പട്ടിയെയും നായയെയും നാം വളർത്തുന്നത് കുരച്ച് ചാടാനും കടിച്ചു കീറാനുമാണ്. മനുഷ്യനെയും അതിനാണ് വളർത്തുന്നതെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കുക, മക്കൾക്കും കൊടുക്കുക. വീട്ടിൽ പട്ടിയെ വളർത്തേണ്ട ആവശ്യമില്ലല്ലോ. കുരച്ച് ചാടട്ടെ, കടിച്ച് കീറട്ടെ, നമുക്ക് ലാഭമായില്ലേ? മനുഷ്യനെ അതിനു വേണ്ടിയാണോ നാം വളർത്തുന്നത് എന്നതാണ്. കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് ഏതോ കാലത്ത് തെളിയിക്കപ്പെട്ടതാണ്. മാത്രമല്ല മാംസം കഴിക്കുന്ന മൃഗങ്ങൾ പോലും മാംസബുക്കായ മൃഗങ്ങളെ കടിച്ചു തിന്നാറില്ല അത്രേ. നരിയും പുലിയും കടുവയും ഒക്കെ എന്തുണ്ടല്ലോ, അവർ നോക്കും വെജിറ്റേറിയൻ മൃഗം ഏതാ നോക്കിയിട്ട് അതിനെ മാത്രമേ പിടിക്കുള്ളൂ അത്രേ. നോൺ വെജിറ്റേറിയൻ മൃഗത്തിന് അതിന് പോലും ഇഷ്ടമല്ല. അപ്പം പുലിയും സിംഹവും ഒക്കെ നോക്കുക വെജിറ്റേറിയൻ മൃഗത്തിനെ, മാനിനെ പോലെ പാവം സാധുക്കളായിട്ടുള്ള വെജിറ്റേറിയൻ മൃഗത്തിനെ പിടിച്ചിരുന്നു. അവർക്ക് പോലും നോൺ വെജിറ്റേറിയൻ ഇഷ്ടമല്ല എന്നാണ്. പിന്നെ ഒരു പക്ഷേ മെഡിക്കൽ സയൻസ് പറയും മത്സ്യമാംസങ്ങൾ നമ്മുടെ ശരീരത്തിന് ഇന്ന പ്രോട്ടീൻസ് നൽകുന്നു, വിറ്റാമിൻസ് നൽകുന്നു, മനുഷ്യ ശരീരത്തെ വളർത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരോട് തിരിച്ചൊരു ചോദ്യമുണ്ട്. പ്യുവർ വെജിറ്റേറിയനാണ് ആനയുടെ ശരീരം എങ്ങനെയാണ് വളരുന്നത്? 100% പ്യുവർ വെജിറ്റേറിയനാണ് ആനയുടെ കൊമ്പുകൾ എന്ത് കാൽസ്യത്തിൻ്റെ പോരായ്മയാണ്? മത്സ്യമാംസങ്ങൾ കഴിച്ചാലേ കാൽസ്യം ഉണ്ടാവുള്ളൂ ഒക്കെ മെഡിക്കൽ സയൻസ് പറയുന്നുണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കൂ. ആനയുടെ കൊമ്പ്, ആനയുടെ നഖം, ആനയെ പോലുള്ള ഭീമാകാരം വെറും പച്ചക്കറികൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ മനുഷ്യ നിന്റെ ശരീരമാണോ ഇവിടുത്തെ പച്ചക്കറികൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത്? അതുകൊണ്ട് ഈ പറയുന്ന ശാസ്ത്രങ്ങളൊന്നും തന്നെ ആത്മീയത്തിലേക്ക് വരുമ്പോൾ, ഭാരത സംസ്കാരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തെളിയിക്കാൻ കഴിയും മത്സ്യമാംസാദികൾ നമ്മുടെ സ്വഭാവത്തെ വളർത്തുകയും തളർത്തുകയും ചെയ്യുന്നതായതുകൊണ്ട് സാത്വിക ഭക്ഷണത്തിലേക്ക് നാം ഓരോരുത്തരും വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കി തരുകയാണ്. അവിടെ വെച്ച് ശ്രദ്ധിക്കണം. ആത്മീയത്തിലേക്ക് ഒതുക്കെ കിടക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ശ്രദ്ധ ഏത് എന്നുള്ളതാണ്. ഭക്ഷണത്തെ നിയന്ത്രിക്കുക. ചില ആൾക്കാരുണ്ട് ഭക്ഷണം
മത്സ്യമാംസാദികൾ ഒഴിവാക്കിയിട്ട് പച്ചക്കറി നല്ലോണം കഴിക്കാമല്ലോ എന്ന് ആലോചിക്കുന്നത്. അത് നല്ലോണമൊന്നും പാടില്ല. പച്ചക്കറിയാണെന്ന് വിചാരിച്ച് രാവിലെ എണീറ്റ് ബെഡ് കാഫിക്ക് തന്നെ നല്ല തൈരും കൂട്ടിയിട്ട് പഴഞ്ചോറുണ്ടാകും. അത് കഴിഞ്ഞൊരു 10 മണിയാകുമ്പോൾ വീണ്ടും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഗംഭീരമായിട്ട് കഴിക്കുക. 11 മണിക്ക് വീണ്ടും നല്ല പച്ചക്കറി ഉഗ്രനായിട്ട് വിരുന്ന് വന്ന ആൾ കൂടെ ഒരു പഴംപൊരിയില്ല. ഉച്ചയ്ക്ക് നല്ല സദ്യ കഴിക്കുക. വൈകുന്നേരം മസാലദോശയും വടയും വീണ്ടും കഴിക്കുക. രാത്രി ആയിക്കഴിഞ്ഞാൽ അതിലേറെ ഇപ്പോൾ വെജിറ്റബിൾ ഇഷ്ടം പോലെ ചൈനീസൊക്കെ കിട്ടാണ്ടല്ലോ, അങ്ങനെ വെജിറ്റബിൾ ചൈനീസ് ഫുഡ് അതും കഴിക്കുക. ഇങ്ങനെ കഴിക്കുന്നതും അപകടകരമാണ്. കാരണം 4 നേരം ഭക്ഷണം കഴിക്കുമ്പോഴേക്കന്നെ രോഗിയായി മാറും അത്രേ. നിങ്ങൾക്കും എനിക്കും രോഗമുണ്ടോ ഉറപ്പാണ് നമ്മൾ 4 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. 3 നേരം ഭക്ഷണം കഴിക്കാൻ തന്നെ അയാൾ ഭോഗിയാണത്രേ. അയാൾക്ക് ഭക്ഷണത്തിനുള്ള ആസക്തി കൂടിക്കൂടി വരും. 2 നേരം ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഒരാൾ ത്യാഗിയായിത്തീരും. 1 നേരം ഭക്ഷണം കഴിച്ചാൽ അയാൾ യോഗിയായി മാറും. യോഗി എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് കണ്ടാൽ ഇങ്ങനെ ജടയും മുടിയും നീട്ടി നിൽക്കുന്നതല്ല. പതഞ്ജലി സൂത്രത്തിൽ യോഗി എന്ന് പറഞ്ഞാൽ എന്താണ് യോഗം? ചിത്തവൃത്തി നിരോധ യോഗ എന്നാണ്. അവർക്ക് ചിത്തവൃത്തികളെ നിരോധിക്കുവാൻ പറ്റുന്നു, നിയന്ത്രിക്കുവാൻ പറ്റുന്നു. കാമക്രോധ ലോപമോഹ മതമാത്സര്യങ്ങളെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു. അവനെയാണ് യോഗി എന്ന് പറയുന്നത്. അതായത് ഒരാൾ കണ്ടാൽ യോഗിയാണെന്ന് അറിയാൻ പറ്റുകയില്ല. അപ്പോൾ ഈ കാമക്രോധ ലോപമോഹങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ നാം ഭക്ഷണം കുറച്ച് കൊണ്ടുവരണം. അങ്ങനെ ഭക്ഷണം കഴിച്ച് 4 നേരം കഴിക്കുമ്പോഴേക്ക് തന്നെ അവൻ രോഗിയായി മാറുമെങ്കിൽ നമുക്കൊക്കെ ഉള്ള പേരെന്താ? 5 നേരവും 6 നേരവും ഭക്ഷണം കഴിക്കുന്ന നമുക്ക് പറ്റിയൊരു പേരുണ്ടത്രേ, ദ്രോഹി എന്ന്. നമ്മൾ ജനദ്രോഹികളാണ്. അന്യൻ്റെ ഭക്ഷണമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നർത്ഥം. ഇതിലേറെ ഒരു ദ്രോഹം ഇനി വേറെയില്ല. അപ്പോൾ ഈ പ്രസംഗം ഞാൻ പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് നമ്മൾക്ക് എന്ത് വേണം? 5ഉം 6ഉം നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് 1 നേരം 4 നേരമാക്കി മാറ്റുക. 4 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ 1 കുറവാക്കി 3 നേരമാക്കി മാറ്റുക. 3 കഴിച്ചുകൊണ്ടിരിക്കുന്നവർ 2 നേരമാക്കി മാറ്റുക. 2 നേരം ഭക്ഷണം കഴിക്കുന്നവർ 1 നേരമാക്കി മാറ്റുക. ഇങ്ങനെ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. ഇത് ഞാൻ പറയുമ്പോൾ എപ്പോഴും എൻ്റെ ഉദാഹരണം പറയാറുണ്ട്. നിങ്ങളുടെ മുമ്പിൽ വലിയ ആളാവാനും പേരെടുക്കാനും വേണ്ടി ഒന്നുമല്ല പറയുന്നത്. ഞാൻ 24 മണിക്കൂറിൽ 1 നേരമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. അതിപ്പോൾ ഈയിടെയായിട്ട് 48 മണിക്കൂറിൽ 1 നേരമാക്കി 2 ദിവസത്തിൽ 1 മാറ്റാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വീട്ടുകാർക്കൊന്നും ഇഷ്ടാവുന്നില്ല. എൻ്റെ ഭാര്യ സദസ്സിലിരിക്കുന്നുണ്ട്, അവർക്കൊന്നും ഇഷ്ടമാവുന്നില്ല. ഞാനിപ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ 1 ഗ്ലാസ് റവക്കഞ്ഞി മാത്രം കുഴിച്ച് 48 മണിക്കൂർ മാത്രം കഴിയുമ്പോൾ ആഹാരത്തിലേക്ക് ഞാൻ വരുന്നതിനെ എൻ്റെ വീട്ടുകാർ തന്നെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 48 മണിക്കൂറിൽ 1 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ ഭക്ഷണം കട്ടു തിന്നുന്ന പോലെ തോന്നില്ലേ? ഇപ്പം ഇന്നലെ വൈകുന്നേരം ഭക്ഷണം കഴിച്ച് ഇതുവരെ ഞാൻ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലഞ്ച് കഴിച്ചു, ഈവനിങ് വേറെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാനൊന്നും കഴിച്ചിട്ടില്ല. ശ്രീ PR നാഥൻ സാറും ഞാനും കൂടി പല ദിക്കിലും പോയി. അദ്ദേഹം 2-3 നേരം ഭക്ഷണം കഴിച്ചു, ഞാൻ വെള്ളം മാത്രം കുടിച്ചു. നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ രാവിലെ വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഈ വെള്ളം മതി. നാളെ മുഴുവൻ സംസാരിക്കും. എനിക്ക് മറ്റന്നാൾ ഭക്ഷണം കിട്ടിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെങ്ങനെ? എനിക്ക് ഒരു വിധത്തിലുള്ളതായ ക്ഷീണവുമില്ല. ഇതൊക്കെ ഞാൻ എന്നെ വലുതാക്കി നിങ്ങളോട് പറയുകയില്ല. ഒരു ഉദാഹരണം. ഐ ഷുഡ് സെറ്റപ്പ് എൻ എക്സാമ്പിൾ. ഐ മസ്റ്റ് ബി എൻ ഐഡിയൽ. ഒരു ഫിനോമിന വേണ്ടി നമുക്ക് വെറുതെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പം ഞാനിത് പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഐ എം ടോക്കിംഗ് ഫ്രം മൈ ഓൺ ഹാർട്ട്, ഫ്രം ഹാർട്ട് ടു ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിടുകയാണ്. ഇത് മനുഷ്യന് സാധിക്കുമെന്നുള്ളതിന് 100% ഉറപ്പാണ് ഞാൻ തന്നെ ജീവിച്ചിരിക്കുന്നത്. എൻ്റെ ആഗ്രഹങ്ങൾ ഉറക്കെ പറയാൻ പറ്റില്ല, കാരണം കുടുംബക്കാരൊക്കെ സദസ്സിലിരിക്കുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും സദസ്സിലിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഇനിയുള്ള ആഗ്രഹം പറഞ്ഞാൽ അവരെന്നെ വെറുതെ വിടില്ല. എൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഒരു 10 കൊല്ലം കൊണ്ട് ആഴ്ചയിൽ 1 ദിവസം ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം അവർക്കാ പ്രശ്നം. അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ വീട്ടിൽ വെച്ചുണ്ടാക്കുന്നൊന്നും കഴിക്കാൻ എന്നെ കിട്ടില്ല. ഇപ്പോൾ വൈഫ് ചോദിക്കാറുണ്ട്, ഞങ്ങളൊന്നും വെക്കുന്നില്ല, എന്ത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള കാര്യം, ഏട്ടൻ വന്ന് കഴിക്കാൻ വരുന്നില്ലല്ലോ എന്ന് എന്നോട് അവലാതിയാണ്. കഴിക്കാൻ വരുന്നില്ല. ഞാനാണെങ്കിൽ മാസ്റ്റർ 1 ദിവസമൊക്കെ വൈകിട്ടായിട്ട് വീട്ടിലെത്താറ്. അന്ന് ഞാൻ പറയും ഇന്ന് വ്രതമാണ്. പിന്നെ അവർ പറയും പിന്നെ ഞങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ആളില്ല.
അപ്പോൾ ഇതൊന്നും ഉറക്കെ പറയാൻ പറ്റില്ല. ഞാനിനി മെല്ലെ മെല്ലെ എൻ്റെ ഭക്ഷണങ്ങൾ നിർത്തുക എന്ന് പറയുമ്പോൾ അവർക്ക് പ്രശ്നമാണ്. വരുമ്പോൾ തന്നെ ഭാര്യ എനിക്കൊരു വാണിംഗ് തന്നിരിക്കുന്നു, വേണ്ടാത്തതൊന്നും പോയി വിളിച്ച് പറഞ്ഞേക്കരുതേ. കാരണം അവർക്ക് ഭയമാണ്. ആ ഭയം അറ്റാച്ച്മെൻറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കളൊക്കെ അറ്റാച്ച്മെൻറ്റാണ്. ആ അറ്റാച്ച്മെൻ്റ് കൊണ്ട് മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നു. അപ്പോൾ നമ്മൾ മക്കളോട് പറയുന്ന മാതിരി നല്ലോണം ഭക്ഷണം കഴിക്കൂ, നമ്മൾ ഭക്ഷണം കഴിക്കൂ. ഈ ഭക്ഷണം കഴിച്ചാണ് രോഗം ഉണ്ടാകുന്നത് എന്നുള്ളത് നല്ലൊരു സത്യമാണ്, നമ്മൾ ബോധ്യപ്പെടുന്നില്ല. ഭക്ഷണമാണ് രോഗം. ഭക്ഷണം കഴിക്കാതിരിക്കുന്തോറും രോഗം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എനിക്കിതുവരെയുള്ള രോഗം ഞാൻ കൂടുതൽ യാത്ര ചെയ്തുകൊണ്ട് രോഗമല്ലാതെ മറ്റൊരു രോഗവും എനിക്കുണ്ടാവാറില്ല. യാത്ര ചെയ്ത് പലപ്പോഴും നടുവേദന വരുന്നു. കാരണം രാവും പകലും യാത്ര ചെയ്ത് ഇടയ്ക്ക് ബസ്സിൽ നിന്നുകൊണ്ട് തിരുവനന്തപുരം പോകുന്നു, ഇടയ്ക്ക് ട്രെയിനിൽ ബാത്റൂമിനടുത്ത് നിന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ യാത്ര ചെയ്ത് ചില പ്രശ്നങ്ങളുണ്ടാവുന്നു എന്നല്ലാതെ മറ്റൊരു രോഗവും എനിക്ക് വരാറില്ല. യാത്രയും കുറയ്ക്കുന്തോറും ഞാൻ വീണ്ടും പരിപൂർണമായി ആരോഗ്യവാനാകുന്നു. ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ഒരു രോഗവും എനിക്കുണ്ടാവാറില്ല. അതുകൊണ്ട് ഭക്ഷണത്തെ നിയന്ത്രിക്കുക എന്നതാണ്. ശരീരം എന്ന് പറയുന്നത് ഒരു ഇല പോലെയാണ്. നല്ല ഇല നാം എന്തിനു വേണ്ടിയാണ് വയ്ക്കുന്നത്? സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പാനാണ്, അല്ലാതെ ചീഞ്ഞതും അളിഞ്ഞതും വിളമ്പാനല്ല. അതുപോലെ ശരീരം എന്ന് പറയുന്നത് സ്വാദിഷ്ടമാകുന്ന, സ്വാത്വികമാകുന്ന ഭക്ഷണം കൊടുക്കുവാനുള്ള ഒരു ഇലയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഈ ഇല വലിച്ചെറിയുന്നത് മാതിരി നമ്മുടെ ശരീരവും ഒരു കാലത്ത് വലിച്ചെറിയേണ്ടതായി വരും. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ഇങ്ങനെ ഇരിക്കുന്നതിനിടയ്ക്കാവും സുനാമിയുടെ വരവ്. എപ്പോഴാണ് ഇത് വലിച്ചെറിയേണ്ടി വരിക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നിക്കണ്ട തടിക്കോ വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. അറ്റ് എനി മോമെന്റ് വി മേ ഡൈ. ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നാം ഇത് ഉപേക്ഷിക്കേണ്ടതാണ്. ശരീരം എന്ന് പറയുന്നത് ഒരു പോൾ വാൾട്ട് മാതിരിയാണ്. ഒരു ഗെയിം ഉണ്ടല്ലോ, പോൾ വെച്ച് കുത്തി മേലോട്ട് ഉയരുന്നത്. അത് കുത്തി മേലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ, ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ വടി വലിച്ചെറിഞ്ഞ് വേണം അത്രേ നാം മറുകരയിലേക്ക് ചാടാൻ. അതിനുവേണ്ടിയാണ് ഈശ്വരൻ ഈ ശരീരം തന്നിരിക്കുന്നത്. ഇത് കുത്തി ഉയരണം. ഉയർന്നിട്ട് ഭഗവാനിലേക്ക് ചാടിയിട്ട് ഈ വടി ശരീരം മറുഭാഗത്തേക്ക് വലിച്ചെറിയണം. വടിയും കൊണ്ട് ചാടിയാൽ ഗെയിം ഔട്ടാണ്. ശരീരം കൊണ്ട് പോകാൻ പറ്റില്ല. നമ്മുടെ ശരീരം ഒരു തോണി പോലെയാണ്, വഞ്ചി പോലെയാണ്. വഞ്ചി എന്തിനാ? അക്കരയ്ക്ക് കടക്കാനാണ്. ഈ തോണി അക്കരെ എത്തിക്കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ച് നാം അക്കരയ്ക്ക് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ആവശ്യത്തിന് തന്നതാണ്. ആ ആവശ്യം നിറവേറ്റിയിട്ട് ശരീരം ഒഴിവാക്കിയിട്ട് നാം അക്കരയ്ക്ക് കിടക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് പോലെയാണ്. ഇപ്പോഴത്തെ ക്ലോക്കല്ല, പണ്ട് കാലത്ത് വൈൻഡ് ചെയ്യുന്ന ക്ലോക്കുണ്ട്, താക്കോല് കൊടുക്കുന്ന ക്ലോക്ക്. ഇത് വൈൻഡ് ചെയ്താൽ എങ്ങനെയാണ്? ഒരു 8 ദിവസം 10 ദിവസമൊക്കെ നടക്കും വൈൻഡ് ചെയ്താൽ. അത് കഴിഞ്ഞാൽ അത് നിൽക്കും, രണ്ടാമതും വൈൻഡ് ചെയ്യണം. അങ്ങനെ ഈശ്വരൻ നമ്മളെയൊക്കെ വൈൻഡ് ചെയ്തങ്ങ് വിട്ടിരിക്കുകയാണ് അത്രേ. എന്നിട്ട് പറഞ്ഞു, ഇത്ര വലിച്ച് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഇവിടെ വന്നാൽ ചിലർ വരുന്നതിൻ്റെ മുമ്പേ തിരിച്ചു പോകണം, പിന്നെ വലിയില്ല, ചാപ്പിള്ള എന്ന് പറയും, സ്റ്റിൽ ബേർത്തായിട്ട് പോകുന്നു. അപ്പം വന്ന ഉടനെ മരിച്ചു പോകുന്നു. ചില ആൾക്ക് 2 വലി, 4 വലി, 10 വലി, ചിലർ വന്ന് കുറച്ച് നേരം നിന്ന് അപ്പം തന്നെ തിരിച്ചു പോകുന്നു. ചിലർക്ക് 100 വലി മുട്ടിയാൽ കഴിഞ്ഞു. ചിലർ 1000, 10,000, കോടാനുകോടി കണക്കിൽ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. എത്രയാണ് ഭഗവാൻ താക്കോല് തന്നതെന്ന് അറിഞ്ഞുകൂടാ. അതിനനുസരിച്ച് ആ വലി ഇത്രയും വലിച്ച് നീ തിരിച്ചു വാ എന്ന് പറഞ്ഞ് ഈശ്വരൻ നമ്മളെയൊക്കെ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അത് അറിയുന്നില്ല. കാരണം എന്താ അറിയോ? രാവിലെ നമ്മൾക്ക് ഇതുവരെ ഞാൻ നിങ്ങളും കുറേ വലിച്ചത് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. കാരണം എന്താ? ഇത് എന്തെങ്കിലും ഒരു കാലത്ത് മുട്ടും, അപ്പോഴാണ് അറിയുക ഇങ്ങനെ ഒരു ഏർപ്പാട് നമ്മുടെ ദേഹത്തിലുണ്ട് എന്ന്. ഇപ്പം നമ്മൾ അറിയണേ ഇല്ല, സുഖമായിട്ട് വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്ന ഒരു ക്ലോക്ക് പോലെയാണ്. സാധാരണ പറയാറുണ്ട്, ക്ലോക്കും ശരീരവുമായിട്ട് താരതമ്യ പഠനം നടത്തുമ്പോൾ ക്ലോക്ക് വലുതാവുന്നില്ലല്ലോ, മനുഷ്യൻ വലുതാവുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ക്ലോക്കുമായിട്ട് ഒരു ഉദാഹരണം പറയുക? ഈ വലുതാവുക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു അത്ഭുതമൊന്നുമില്ല. ദിവസവും ഈ ഹോൾ അടിച്ചു വാരി വൃത്തിയാക്കി ചപ്പുചവറുകൾ ഒരു മൂലയിൽ കൊണ്ടുപോയി കൂട്ടിയാൽ ഓരോ ദിവസം കഴിയുന്തോറും ആ ചപ്പുചവറുകൾ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അതുമാതിരി ദിവസവും ചപ്പുചവറുകൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ഇതും ഇങ്ങനെ വലുതാവുന്നതേ ഉള്ളൂ. എവിടെ ചപ്പുചവറിട്ടാലും അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വലുതാവുക എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ശരീരം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി തന്നതാണ്.
ആ ആവശ്യത്തിനല്ലാതെ മറ്റൊന്നിനു വേണ്ടിയും ഈ ശരീരം ഉപയോഗിക്കാൻ പാടില്ല. ഹേ അർജുന, അതുകൊണ്ട് നീ ശ്രദ്ധിക്കേണ്ടത് ആദ്യമാദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ തന്നെ ആയിരിക്കണം. പിന്നീടാണ് മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം അന്നത്തിൽ ശ്രദ്ധിക്കുക. അന്നമയ കോശത്തിൽ നിന്ന് ശ്രദ്ധയുണ്ടായിട്ട് മനോമയ കോശത്തിലേക്ക് കടക്കുക എന്ന് മനോമയ കോശം നാളത്തേക്ക് വയ്ക്കുകയാണ്.